हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമസ്തേ. കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ? കഴിഞ്ഞ 2 ദിവസം മുമ്പേ കണ്ടിരുന്നു. പക്ഷെ അന്നദാനത്തിന്റെ തിരക്കിലായിപ്പോയി അമ്പലത്തിലെ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഭഗവതി മാറ്റിത്തരും. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ഫേസ്ബുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്നില്ല അല്ലേ? കേൾക്കാൻ പാടില്ലാത്ത എല്ലാ ന്യൂസുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസവും രാവിലെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം കേൾക്കണം എന്ന് വിചാരിച്ചാൽ കേൾക്കുന്നത് അത്രയും നെഗറ്റീവാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ എനിക്ക് 2-3 സജഷൻസേ ഉള്ളൂ. ഒന്ന്, നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കുക. ആരെയും നമ്മൾ വിശ്വസിക്കരുത്. ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നു, ആരെയും വിശ്വസിക്കരുത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് പറയുന്നത്. നമ്മളെ ചതിക്കുന്നത് നമ്മളോടൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇത് ചാണക്യസൂത്രത്തിലുള്ളതാണ്. ചാണക്യസൂത്രം ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുതരാം ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതുകൊണ്ട് ഇത് ഒന്ന് ശ്രദ്ധിക്കുക. 2, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആൺകുട്ടിയല്ലേ, അവനാണല്ലേ, കുഴപ്പമില്ല, അവനവിടെ ഇരിക്കട്ടെ എന്ന മനോഭാവത്തില് ആരും കുട്ടികളെ അലക്ഷ്യമായി വിടരുത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക. അവരുടെ സുരക്ഷിതത്വം മാതാപിതാക്കളുടെ കയ്യിലാണ്. ബന്ധുവല്ലേ, സുഹൃത്തല്ലേ എന്ന് കരുതി കുട്ടികളെ ആരുടെയും വീട്ടിലേക്ക് അയക്കാതിരിക്കുക. അത് 2ാമത്തെ കാര്യം. കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, അവരുടെ സൗഹൃദങ്ങൾ എന്താണ്, അവർ എത്ര ഫേസ്ബുക്ക് ID, അതായത് ഫേസ്ബുക്ക് എന്നല്ല, സോഷ്യൽ മീഡിയ ID അവർ ഏതൊക്കെ പേരിൽ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്തേ പറ്റൂ. അമിതമായിട്ട് കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മാതാപിതാക്കൾ കൊടുക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പറയൽ എന്താണെന്നറിയാമോ? നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ എന്തിനാണ് രക്ഷാകർത്താക്കൾ എന്ന് പറയുന്നത്? രക്ഷിക്കാൻ അർഹതയുള്ളവനെ ശിക്ഷിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റില്ല എന്ന് പറയേണ്ട സാധനങ്ങളും കാര്യങ്ങളും വസ്തുതകളും സാഹചര്യങ്ങളും പറ്റില്ല എന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യത്തിൽ. സാധിക്കില്ല, ഒരു സ്നേഹത്തിന്റെ പുറത്തും എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയാം. കുട്ടികൾക്ക് വീട്ടിൽ വരാനുള്ള സമയം നിശ്ചയിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരി കഴിയുന്നതും എല്ലാ വീടുകളിലും ഒരു CCTV ക്യാമറ വയ്ക്കുക. വളരെ 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 നിർബന്ധമാണ്. കാരണം ആരാണ് എന്ത് ആവശ്യത്തിനാണ് എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളായി പത്രം ഇടുന്നവരും, വർഷങ്ങളായി പാല് തരുന്നവരും, വർഷങ്ങളായി ഗ്യാസ് കൊണ്ടുവരുന്നവരും, വർഷങ്ങളായി വീട്ടിൽ വന്ന് പോകുന്നവർ പോലും നമ്മളെ ഇന്ന് ചതിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും പടിക്ക് പുറത്ത്, ഗേറ്റിന് പുറത്ത്. ഓക്കെ, പരിചയമല്ലാത്തതും പരിചയമായിരിക്കുന്ന ആരെയും അമിതമായി വീട്ടിലേക്ക് കടത്താതിരിക്കുക. ഇത് നമ്മുടെ ഒരു സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ മനസ്സിലാക്കി തന്നെ പെരുമാറണം. അലക്ഷ്യമായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വീടിൻ്റെ വാതിലും ജനലും ഒന്നും തുറന്നിടരുത്. നമ്മുടെ വീടിൻ്റെ ചാവി എവിടെ ഉണ്ടാവും എന്ന് ഒരാളോടും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. കുട്ടികളോട് പറയാ, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യണ്ട. അതിൻ്റെ ആവശ്യമില്ല. എല്ലാ സൗഹൃദങ്ങൾക്കും ഒരു പരിധി നിശ്ചയിക്കാം. അപ്പം നമ്മൾ വലിയവർ അതെല്ലാം സൂക്ഷിക്കും. അതുപോലെ ആയിരിക്കില്ല ചെറിയ കുട്ടികൾ. അവരെന്ത് കെണിയിൽ ചെന്ന് ചാടുന്നു പറയാൻ പറ്റില്ല. കേരളം വളരെ 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 മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, എനിക്ക് ചിലതൊന്നും തുറന്നു പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്. അതുകൊണ്ടാണ് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഇന്ന് ന്യൂസിൽ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ വൈകുന്നേരം ഒരു പേരൊന്നും എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും ഞാൻ ഒരാളിനെയും വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിലൂടെ ഹനിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് പറയുന്നു, ഒരു അമ്മയുടെ ജ്യോതിഷം നോക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് നേരെയുള്ള അതിക്രമമായി മാറിയ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നത്.
ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ആവശ്യം? ഒരു കുഞ്ഞിന്റെ വയസ്സ് എന്താണ്? ഒരു സ്ത്രീയുടെ പ്രായം എന്താണ്? ഇത് അമ്മയാണോ, കുട്ടിയാണോ, പെങ്ങളാണോ, സഹോദരിയാണോ എന്നൊന്നും ചിന്തിക്കാതെ കയറി പിടിക്കാൻ മാത്രം എന്താ പറയാ കാമാസക്തി നിറഞ്ഞ ആളുകളായി പോയോ നമ്മുടെ കേരളത്തിലുള്ളവര്? അവർക്ക് സമൂഹത്തിലുള്ള ലേബൽ എന്താണ് അതുപോലും ചിന്തിക്കാതെയാണ് കുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നത്. ഇത് നമ്മൾക്ക് നേരെയും ഉണ്ടാവും. ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, ചെയ്യാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഉണ്ടാവും. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാമോ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ 3 ടയർ AC ബുക്ക് ചെയ്തിട്ട് നമ്മളുടെ സൈഡ് ബർത്ത് ഉണ്ടല്ലോ, സൈഡ് ബർത്തിൽ താഴെയും ബർത്തുണ്ട്, മേലെയും 2 ബർത്തുണ്ട്. എല്ലാവർക്കും അറിയാലോ, മേലെയും താഴെയും സൈഡിൽ 2 ബർത്ത് ഉണ്ടാവും. പിന്നെ സെൻറ്ററിൽ 3 ബർത്ത് ഉണ്ടാവും. അപ്പം എനിക്ക് കിട്ടിയത് 3 ബർത്ത് ഉള്ളതിൽ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കാൻ 4:20 4:30 മണിയൊക്കെ ആവും. അപ്പോൾ ഒരു 4 മണിയോടുകൂടി ഞാൻ ട്രെയിനിൽ കയറി. ഞാനും എൻ്റെ സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 4:30 മണി ആവാറായി, നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്ത് പോയി. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഇനി ടോപ്പിൽ കയറിയാൽ മാംഗ്ലൂർ മെയിലാണ്, സൂപ്പർ ഫാസ്റ്റ് ആണ്, ചിലപ്പോൾ ടയർഡായിട്ട് ഉറങ്ങിപ്പോവും, വണ്ടി 3-3:30 കാലിക്കറ്റ് എത്തും, ഞാൻ അറിയാതെ പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഈ സൈഡ് ബർത്തിൽ ഞാൻ താഴെ ഉണ്ടായിരുന്ന പയ്യനെ അവിടെ മേലെ എന്താ പറയുക മേലെ ആക്കിയിട്ട് ഞാൻ താഴെ ഇവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബർത്തിൻ്റെ മുകളിൽ ഒരാൾ ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം എന്താ പറയുക താഴത്തെ എൻ്റെ ബർത്തിൽ ഇങ്ങനെ ഇരുന്നു. കാരണം വണ്ടി 4:30 ആയിട്ടുള്ളൂ, കുറച്ച് ദൂരം പോകണമല്ലോ. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഒരു കോ പാസഞ്ചർ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു കാലിക്കറ്റിലേക്കാണെന്ന് പറഞ്ഞു. അദ്ദേഹം രാജസ്ഥാൻകാരനാണ്, പക്ഷേ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, 35-40 വർഷമായിട്ട്. ഇത് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്, മൊബൈൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ പുള്ളി എന്നോട് പറഞ്ഞു, ചെന്നൈയിൽ എന്താ വർക്ക് ചെയ്യാണോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ടും പുള്ളി വീണ്ടും ചോദിക്കുകയാണ്, കാലിക്കറ്റ് സ്വന്തം നാടാണോ? അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എത്ര മണിക്ക് ഉറങ്ങാൻ കിടക്കുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബർത്തിൽ മേലെ പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 7-7:30, കാരണം ഇങ്ങനെ വൈകുന്നേരമല്ലേ, അപ്പം ആൾക്കാർ ഇരുന്ന് പോവാണെ പൊക്കോട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡിന്നർ കഴിച്ചിരുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സർ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. താങ്ക്സ് എന്ന് പറഞ്ഞു. പുള്ളി കുറേ സമയം കുറച്ച് മുറുക്കും സ്നാക്സും ഒക്കെ എടുത്തിട്ട് കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധം. ഞാൻ പറഞ്ഞു, സോറി സർ, ഞാൻ ഇതൊന്നും കഴിക്കില്ല, എനിക്ക് ആവശ്യമില്ല, താങ്കൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്കൊരു ഇഷ്ടക്കേടുള്ള പോലെ തന്നെ ബിഹേവ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു മനസ്സിൽ, എന്താ ഇപ്പം ഇയാൾക്ക് വേണ്ടത്? ഇയാളുടെ വീട്ടിലുള്ള ആളുകളോട് ഇങ്ങനെ കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കോ? തൊട്ടപ്പുറത്തൊക്കെ പാസഞ്ചേഴ്സ് ഇരിക്കുന്നുണ്ട്, അവർക്കൊന്നും കഴിക്കൂ എന്ന് പറയാതെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഓപ്പോസിറ്റ് അല്ലേ ഇരിക്കുന്നത്? അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചു നേരം പുറത്തേക്ക് നോക്കിയിരുന്നു. ഒരു 7-7:30 ഒക്കെ ആയപ്പോൾ ഞാൻ മനസ്സാ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്നു കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കി, മഞ്ജരീസിൻ്റെ ഫോൺ നോക്കി, കുറച്ച് മെസ്സേജുകളൊക്കെ നോക്കി. എപ്പോഴും ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു 10-10:30 ആയപ്പോഴേക്കും ട്രെയിനിൽ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പം നമ്മളിങ്ങനെ ആ വിൻഡോൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണേ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇയാൾ അപ്പർ ബർത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഓർത്തു ഓക്കെ തട്ടിപ്പോയതായിരിക്കാം, പോട്ടെ സാരമില്ല. ഞാൻ അയാളെ നോക്കിയിട്ട് വീണ്ടും ഞാനൊന്ന് പുതച്ച് സൈഡിലേക്ക് അങ്ങ് കിടന്നു. വീണ്ടും ഒരു 11:30-12 മണിയൊക്കെ ആയി കാണും സമയം. അയാൾ താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും ഇതേപോലെ ടച്ച് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി. എന്നിട്ട് അയാൾ ചെരുപ്പ് എടുക്കുന്ന പോലെ കാണിച്ചു. ഇതത്ര സുഖകരമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബർത്തിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഇയാൾ ബാത്റൂമിലേക്ക് എവിടെയോ പോയി, പോട്ടെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ കരുതി ഇരുന്നപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളി എൻ്റെ ഓപ്പോസിറ്റുള്ള ബർത്തിൽ 3 ബർത്ത് ഇടുന്നതിൽ സെൻട്രൽ ബർത്ത് ഇട്ടിട്ട് ഒരു പാസഞ്ചർ കിടക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ശരിക്കും ഇരിക്കാൻ പോലും പറ്റുന്നില്ല.
എന്നിട്ടും ഇയാൾ താഴത്തെ ബർത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കുനിഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇയാൾക്ക് മേലെ കയറി കിടന്നൂടെ? അത് ഇയാൾ ചെയ്യുന്നില്ല, ഇരിക്കുന്നു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സർ ഒരു മിനിറ്റ്, താങ്കൾക്ക് വീട്ടിൽ ഭാര്യയും മക്കളും സഹോദരിയും അമ്മയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്കൾ ഒരു പ്രാവശ്യം തട്ടിയപ്പോൾ ഞാനത് ഓക്കെ കുഴപ്പമില്ല പോട്ടെ അറിയാതെയാന്ന് കരുതി. രണ്ടാമത്തെ പ്രാവശ്യം താങ്കൾ അത് ചെയ്തു. ഇനി താങ്കൾ ഈ പ്രവൃത്തി ചെയ്താൽ ഞാൻ നോക്കിയിരിക്കില്ല. അടുത്ത ആക്ഷൻ എന്തെടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ പേടിക്കൊന്നും ചെയ്യണ്ട, സോഷ്യൽ മീഡിയ ലൈവ് ഒന്നും ഇടില്ല. പക്ഷെ താങ്കൾ അറസ്റ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്യാനുള്ള ഏർപ്പാടും ഞാൻ ചെയ്യും. ഇന്ന് ഇത് പ്രവർത്തിച്ചു, ഇനി മേലാൾക്ക് താങ്കൾ ഏതെങ്കിലും സ്ത്രീകളോട് ഇത് പ്രവർത്തിച്ചാൽ എല്ലാവരും എന്നെ പോലെ ഒരു വട്ടം ക്ഷമിച്ചെന്നിരിക്കില്ല എന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ ഇനിയും താൻ ഇത് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. സോറി മാഡം, സോറി. ഞാൻ പറഞ്ഞു, സോറി അല്ല സർ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ റെസ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾക്ക് മകളുണ്ടെങ്കിൽ മകളെ ബഹുമാനിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ സമ്മതമില്ലാതെ താൻ കൈവയ്ക്കില്ല. അപ്പൊ തന്നെ തന്റെ ഡിഗ്നിറ്റി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. മാഡം സോറി, ഒരു ഇഷ്യൂ ആക്കരുത്. ഞാൻ പറഞ്ഞു, അപ്പൊ താൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ലേ? കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, മറ്റ് പാസഞ്ചേഴ്സ് ഒക്കെ കിടക്കുന്നു. എനിവേ ഞാൻ മാപ്പ് തരുന്നു, താൻ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള കുറേ ഒറ്റ വാക്കിൽ പറഞ്ഞ ഞരമ്പന്മാരും സമൂഹത്തിലുണ്ട്. അതിനോട് സ്ത്രീകള് മാന്യമായിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. ഓക്കെ, പ്രതികരിച്ചിട്ടും അവർ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒന്നും കുഴപ്പമില്ല. അപ്പോ ഈ എല്ലാ യാത്രകളും നമുക്ക് സുരക്ഷിതമാക്കി വെക്കേണ്ടത് നമ്മളുടെ ഒരു സെക്യൂരിറ്റിയാണ്. അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇത്രയും മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. എൻ്റെ സ്വന്തം അനുഭവമാണ്. ലാസ്റ്റ് ഡേ ഞാൻ ട്രാവൽ ചെയ്തപ്പോഴുള്ള എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ് ലൈവില്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കണം. പരിചയമില്ലാത്ത ഒരാളിനെയും നമ്മളുടെ സോഷ്യൽ മീഡിയ സൗഹൃദത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യരുത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം പ്രൊഫൈൽ ലോക്ക് ആക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ 1008 അല്ല 10,008 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹസ്ബൻഡും വൈഫുമായിട്ടുണ്ടാവും, മക്കളായിട്ടുണ്ടാവും, അച്ഛനമ്മമാരായിട്ടുണ്ടാവും, സഹോദരനും സഹോദരിയായിട്ടുണ്ടാവും. ഇതും ഒരു ന്യൂസ് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് നാട് മുഴുവൻ എത്തിക്കേണ്ട ആവശ്യം ഒരു സ്ത്രീകൾക്കും ഇല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അറ്റ് പ്രസന്റ് ഒരു സിമ്പതി ആണെങ്കിലും അതിന്റെ പിന്നിൽ നിങ്ങളുടെ സുരക്ഷാ വലയം നിങ്ങൾ തന്നെ ഭേദിക്കുകയാണ്. അത് ഓരോ സ്ത്രീയും മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അത് ഭർത്താവിന്റെ രൂപത്തിലാവട്ടെ, മകന്റെ രൂപത്തിലാവട്ടെ, ഒരു സഹോദരന്റെ രൂപത്തിലാവട്ടെ, വട്ടെവർ. പക്ഷേ ആ ഒരു ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായാൽ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, ഡിവോഴ്സ് സ്വാഭാവികമാണ്, അകന്നിരിക്കൽ സ്വാഭാവികമാണ്. ഇതെല്ലാം 2026 എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അത് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും, ഞാൻ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നു, നാട് മുഴുവൻ പറഞ്ഞു പരത്താനുള്ള ഒരു മാറ്ററാക്കി നിങ്ങൾ എടുക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവനവന്റെ ഹസ്ബൻഡിനെ കുറ്റം പറയാ, സഹോദരനെ കുറ്റം പറയാ, അച്ഛനെ കുറ്റം പറയാ, അല്ലെങ്കിൽ ഇവരുടെ കുറവുകളും കുടുംബ പ്രശ്നങ്ങളും അങ്ങനെ ഇരുന്നങ്ങ് വിളമ്പും. ഇത് ഒരിക്കലും ഒരു സ്ത്രീകളും ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരാള് ഒരല്പം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ എടുത്ത് അങ്ങ് തലയിൽ വെച്ചിട്ട് അവരെ നമ്മുടെ ഭർത്താവിനോട് കമ്പയർ ചെയ്യുക, സഹോദരനോട് കമ്പയർ ചെയ്യുക, മകനോട് കമ്പയർ ചെയ്യുക. ഇത് ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സുരക്ഷിതത്വമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സ്വയം ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് നമ്മൾ ചാടുകയാണ്. ഇൻസ്റ്റ വഴിയും സോഷ്യൽ മീഡിയ വഴിയും പരിചയപ്പെടുന്ന ഒരുപാട് പേരുടെ കൂടെ ഒളിച്ചോടുക. സ്വന്തം കുട്ടികളെ കൊലയ്ക്ക് കൊടുത്തിട്ടും അങ്ങനെ ഭർത്താക്കന്മാരെ കൊന്നിട്ടും എല്ലാം ഒളിച്ചോടുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവളുമാരൊന്നും തന്നെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് നിൽക്കുന്ന ആ പുരുഷന്മാരെ വിവാഹം ചെയ്യാൻ തയ്യാറാവുകയില്ല. ഇത് സ്ത്രീകളുടെ പക്ഷം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇനി പുരുഷന്മാരുണ്ട്. നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെച്ച് വിളമ്പി കുടുംബത്തിൽ എല്ലാ ചീത്തയും കേട്ട് കഷ്ടപ്പാടും സഹിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും സഹിച്ച് മക്കളെയും നോക്കി എല്ലാം ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് ഒരു അന്തി ഉറക്കിന് പോകാതെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് കുടുംബങ്ങളിൽ എല്ലാ വേദനകളും സഹിച്ചിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോരാ, ഭയങ്കര തടിയായി, അല്ലെങ്കിൽ അവരുടെ സംസാരം ശരിയല്ല, ഇതും പറഞ്ഞുകൊണ്ട് അന്യ സ്ത്രീകളുടെ ബന്ധങ്ങൾ തേടിപ്പോവുക. അതും ശരിയല്ല. ഭാര്യ എന്നും ഭാര്യയാണ്. ഭർത്താവ് മരിച്ചോ,
ഭാര്യയോളം വേദനിക്കുന്ന ഒരാള്, സ്വന്തം അമ്മയോളം വേദനിക്കുന്ന ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഭാര്യ മരിച്ചോ, ആ ഭർത്താവിന്റെ ദുഃഖം ഒരു തുള്ളി കണ്ണുനീരിൽ പോലും പുറത്ത് കളയാൻ പറ്റാതെ നീറിപ്പുകയുന്ന ഒരുപാട് ജെൻസ് ഉണ്ട് ഈ ലോകത്ത്. ഇനി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയോ? നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് സെപ്പറേറ്റ് ആയത്. എന്തിന് സെപ്പറേറ്റ് ആയ ഒരാളിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് നടക്കണം? അതും നിങ്ങൾക്ക് ആവശ്യമില്ല. അവരോട് വ്യക്തിവൈരാഗ്യം എന്തിനു സൂക്ഷിക്കണം? ആരുടെ കൂടെ ജീവിക്കണം, എപ്പോ വീട് വെക്കണം, എപ്പോ ഒരു സന്താനം ഉണ്ടാവണം, എപ്പോ നല്ല ജോലിയിൽ കയറണം, എപ്പോ കല്യാണം നടക്കണം, ഇതെല്ലാം ഓൾറെഡി ഡിസൈഡഡ് ആണ്. യുഗങ്ങൾക്ക് മുൻപേ ഭഗവാൻ നിശ്ചയിച്ച കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതൊന്നും നാട് മുഴുവൻ കൊട്ടിഘോഷിച്ച് പാറി പറന്ന് നടന്ന് അത് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു അവസരമാക്കി നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ആവലാതികളും നിങ്ങളുടെ വേദനകളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഈശ്വരനോട് പറയാം. ഇപ്പൊ പലരും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, അത് എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഭഗവാനോട് പറയുന്നു. ഇതിൽ കവിഞ്ഞിട്ട് നാട് മുഴുവൻ വിളിച്ചിട്ട് ഇവരങ്ങനെയായിരുന്നു അവരിങ്ങനെയായിരുന്നു അത് പറയാൻ നമ്മൾക്ക് താല്പര്യമില്ല. മനസ്സിലായില്ലേ? വിശ്വാസയോഗ്യമായ ഒരാളോട് പറയാം. എല്ലാവരോടും പറയാതിരിക്കുക. എപ്പോഴും പ്ലസന്റ് ആയിരിക്കുക. എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങൾ. പ്ലസന്റ് ആയിരിക്കുക. ദുഃഖങ്ങളില്ലാത്തവര് ഈ 2026 ആരും തന്നെ ഇല്ല. വലിയൊരു ബിൽഡർ കഴിഞ്ഞ ദിവസം സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചു അല്ലെ? നമ്മളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ കുറവുള്ളത്? എത്രയോ കാറുകൾ. ഇവിടെ നമുക്കൊരു മാരുതി 800 വാങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, വിദൂര സ്വപ്നമായിരിക്കും. എത്രയോ കാറുകൾ, എത്രയോ ബംഗ്ലാവ്, എത്രയോ പണം, എത്രയോ വസ്ത്രങ്ങൾ. ഒരു വീട് പോലും ഇല്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ അലയുന്ന ദേശത്ത് വലിയ വലിയ വീടുകളുടെ ഓണറാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. പണമല്ല ഒന്നിന്റെയും അടിസ്ഥാനം. മനസ്സിലായില്ലേ? പണമല്ല ഒന്നിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് സ്വയം സുരക്ഷിതരായിരിക്കുക. കേരളം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എപ്പോഴും നമ്മൾ എല്ലാത്തിനെയും ഒരു സംശയാസ്പദമായ രീതിയിൽ കാണണം. അറിയാത്ത ഒരാളെയും വീടിനുള്ളിൽ കയറ്റരുത്. വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു വർക്കറെയും വീട്ടിനുള്ളിൽ കയറ്റരുത്. ഗ്യാസ് നന്നാക്കാൻ വന്നതാണ്, ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നതാണ്, ഞങ്ങൾക്ക് കുറെ നാളായിട്ട് പരിചയമുണ്ട്, ഒരിക്കലും കയറ്റരുത്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ജോലിക്കാരനെ വീട്ടിൽ കയറ്റുക ചെയ്യുക. അതുപോലെ ആര് വന്നാലും ബെഡ്റൂം എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് എന്നുള്ളത് ആരോടും പറയാതിരിക്കുക. പുറത്തു നിന്ന് ഒരാൾ വന്നാൽ അവരെ മുമ്പിൽ കിടന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളം വെക്കാതിരിക്കുക. നിങ്ങൾ എത്ര വേണമെങ്കിലും അടി ഉണ്ടാക്കിക്കോ, അത് മൂന്നാമത്തെ ഒരാൾ നിൽക്കുമ്പോൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. മാക്സിമം ശ്രദ്ധിക്കുക. മക്കള്, ഈ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്, അത് മറക്കാതിരിക്കുക. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വീടിനുള്ളിലായാലും ശരീരം കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള പെർമിഷൻ അമ്മമാര് കൊടുക്കാതിരിക്കുക. നമ്മൾക്ക് മുമ്പേ നടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആ കാലഘട്ടത്തിൽ ബലാത്സംഗങ്ങൾ കുറവായിരുന്നു. എന്തുകൊണ്ട്? ശരീര പ്രദർശനമില്ല. ഇന്ന് ആ കാലഘട്ടത്തിൽ അതേ കേരളത്തിൽ ജീവിച്ചിരുന്ന പെൺകുട്ടികള് നല്ല വസ്ത്രധാരണം ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞു ട്രൗസറുകൾ ഇട്ടിട്ട് കാലിൽ കാലും എടുത്ത് വെച്ചിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരുപാട് ടീനേജേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. അത് വീടിനുള്ളിൽ പോലും. പത്രം ഇടാൻ വരുന്നവനും ഗ്യാസ് കൊണ്ടുവരുന്നവനും മറ്റു ജോലിക്ക് വരുന്നവനും അവൻ നോക്കുന്നത് മോളെ എന്ന് വിളിച്ചാലും അവളുടെ ശരീര ഭംഗിയാണ്. എന്തിന് സ്വന്തം മക്കളുടെ ശരീരം പ്രദർശിപ്പിക്കാനുള്ള ഡ്രസ്സുകൾ അമ്മമാര് വാങ്ങിച്ചു കൊടുക്കണം? എന്റെ ചോദ്യം ഇതാണ്. എന്തിനു വാങ്ങിച്ചു കൊടുക്കണം? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? പിന്നെ എന്തിനാണ് അമ്മ എന്ന അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾ ഇട്ടോളൂ, നിങ്ങളെ വീട് തന്നെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു തേർഡ് പേഴ്സൺ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ തീർത്തും ഉപേക്ഷിക്കുക. ഇത് വേണ്ട. ഇതുകൊണ്ട് നിങ്ങൾ വലിയ ആളാവുന്നില്ല, കാലത്തിനൊത്ത് സഞ്ചരിക്കുന്നില്ല, ഒന്നുമില്ല. ഏതെങ്കിലും ഭർത്താവ്, ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, ഇതില് ഏതെങ്കിലും, ഒരുപാട് ജെൻസി ക്ലാസ് കാണുന്നുണ്ട് ഇപ്പൊ ലൈവിൽ ഇരുന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യമാരുടെയും പെൺകുട്ടികളുടെയും ശരീരം പ്രദർശിപ്പിക്കാൻ ഇതിൽ എത്ര ആണുങ്ങൾ സമ്മതം മൂളും? ഒരാളും സമ്മതം മൂളില്ല. ഒരു പുരുഷനും അത് ഇഷ്ടമല്ല അല്ലെ? എത്രയോ ലേഡീസ് ഇതിൽ കാണുന്നുണ്ട്. എത്ര പേർക്ക് ധൈര്യമുണ്ട് സ്വന്തം ശരീരം അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് മറ്റു പുരുഷന് മുമ്പിൽ കാണിച്ചു നിൽക്കാൻ? ധൈര്യം വരില്ല. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഭാരതീയ സംസ്കാരം മുറുകെ പിടിക്കുന്ന ഒരു സ്ത്രീക്കും അത് സാധിക്കില്ല. നിങ്ങൾ ഇട്ടോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാത്രം ഉണ്ടാവും, അല്ലെ നിങ്ങളുടെ ഭർത്താവ് മാത്രം ഉണ്ടാവും, ഇട്ടോളൂ. ഒരു ഏജ് കഴിഞ്ഞാൽ, മകളെ ഇത് അച്ഛനാണ്,
അച്ഛന് മുമ്പിൽ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വത്തിന്റെ പേരാണ് അമ്മ എന്നുള്ളത്. ഹോസ്റ്റലിലേക്ക് പോകുന്ന പെൺകുട്ടിക്ക് അതിൻ്റെതായ മാന്യതയുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ലൈവ് ക്ലാസ് എപ്പോഴും ഒരു ഭഗവത്ഗീത, മഹാഭാരതം, ദേവി മഹാത്മ്യം മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും അവയർനെസ് ക്ലാസ് ആണ്. കേരളം വളരെ 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 ദുരിതത്തിലേക്ക് പോകുന്നു. ഒരുപാട് അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ വന്ന് താമസിക്കുന്നു. അവരെന്തെല്ലാം തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നു എന്നറിയില്ല, അവരെപ്പോൾ വയലന്റ് ആവും എന്നറിയില്ല. അതുകൊണ്ട് ദയവായി സ്വന്തം സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് നിങ്ങളുടെ കടമയാണ്. കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ ആരും ഉണ്ടാവില്ല. 10 വർഷമോ 12 വർഷമോ ജയിലിലിട്ട് അവൻ പുല്ലുപോലെ പുറത്തേക്ക് വരും, അവൻ ജീവിക്കും. നഷ്ടങ്ങൾ നമുക്ക് മാത്രമാണ്. അത് നമുക്ക് പറ്റിയാലും, നമ്മുടെ ഭാര്യയ്ക്ക് പറ്റിയാലും, ഭർത്താവിന് പറ്റിയാലും, അമ്മയ്ക്ക് പറ്റിയാലും, കുഞ്ഞുങ്ങൾക്ക് പറ്റിയാലും താങ്ങാനാവാത്ത വേദന നമുക്ക് മാത്രമാണ്. ഈ ന്യൂസ് മാക്സിമം ഒരു 2 ആഴ്ച സോഷ്യൽ മീഡിയയിൽ പാറിപ്പറക്കും. എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ 1 വർഷമാകുമ്പോൾ ഓർമ്മകൾക്ക് കണ്ണീർ പ്രണാമം, ഇത്രയേ ഉള്ളൂ. യുഗങ്ങൾ കഴിഞ്ഞാലും ആ വേദന നമ്മൾക്ക് മാറില്ല. അതുകൊണ്ട് ദയവായി സ്വന്തം സുരക്ഷിതത്വം ഉറപ്പിക്കുക. അത് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. ചെയ്യില്ലേ? എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് കാര്യങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ശ്രദ്ധിക്കില്ലേ? അല്ലേ മാതാജി മതി, ക്ലാസ് എടുക്ക്, ഇതൊക്കെ എന്ത് ഞങ്ങൾക്കറിയാം എന്നാണോ? അറിയുന്ന കാര്യം തന്നെ, പക്ഷെ എങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. ശ്രദ്ധിക്കൂ. ആ സമയത്തൊന്നും ആരും വന്ന് ബെല്ലടിച്ചാലൊന്നും തുറക്കരുത്. കഴിയുന്നതും വീട്ടിലെ ജെൻസിന്റെ മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും കയറിയിട്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഡീസിന്റെ നമ്പർ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാതിരിക്കുക. ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ ജെൻസ്, വീട്ടിൽ ആണുങ്ങളുണ്ട്, ആണുങ്ങളുടെ നമ്പർ കൊടുക്കുക. ഞാൻ പോലും ഗീത ദാനം ചെയ്യുന്ന സമയത്ത് മഞ്ജരീസിൽ എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലേഡീസിന്റെ നമ്പർ പോസ്റ്റ് ചെയ്യാറില്ല. നിങ്ങളുടെ ഭർത്താവിന്റെയോ ആരുടെയെങ്കിലും നമ്പർ തരും, മകന്റെ നമ്പറൊക്കെ തരും എന്ന് പോസ്റ്റ് ചെയ്യും. നമുക്ക് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലേഡീസിനും ജെൻസിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത്. അത്രയും സുരക്ഷിതത്വം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. ഇത് പറയുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് ശത്രുക്കളായി കഴിഞ്ഞിരിക്കുന്നു. അതേ ശത്രുക്കളാണ്. ശത്രുതാ മനോഭാവത്തിൽ തന്നെ അംഗീകരിച്ച് തരൂല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മോനോട് അങ്ങനെയാ പറയാം. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വയം അനുഭവിക്കുക. ഇവിടെ വന്ന് ഇത് പറയാൻ നിൽക്കരുത്. അങ്ങ് പേടിപ്പിച്ച് അങ്ങ് സ്ട്രോങ് ആയിട്ട് നിർത്തും. അത്ര തന്നെ. അപ്പൊ നമ്മൾ ഇനിയിപ്പം 8, 9 ഏത് അധ്യായം എടുക്കേണ്ടത്? 10, 11, 12 അല്ലേ? 10, 11, 12 അല്ലേ എടുക്കേണ്ടത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? മാക്സിമം ക്ലാസ്സുകൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ദേവി മഹാത്മ്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേവി മഹാത്മ്യം കഴിഞ്ഞു എന്നൊരു വാക്ക് ഞാൻ പറയില്ല. അമ്മയുടെ തൃപാദങ്ങളിൽ നമ്മൾ എന്താണ് സമർപ്പിക്കുന്നു എന്നേ പറയൂ. അവസാന അധ്യായങ്ങളിലേക്കാണ് പോകുന്നത്. 10, 11, 12. എന്നാലും ഒരു അധ്യായം നമുക്ക് ബാലൻസ് ഉണ്ടാവും. ഇന്ന് 3 അധ്യായം എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. എങ്കിലും എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും കൃഷ്ണൻ പ്രഭു ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ദേവി മഹാത്മ്യത്തിൽ ദശമോധ്യായം 10ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. ധ്യാനം. എല്ലാവരും കവചം വായിച്ചോ? ദേവി മഹാത്മ്യം മിക്ക ആളുകൾക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കവചം വായിക്കുക. ക്ലാസ് ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. അപ്പോഴെങ്കിലും ഒന്ന് കവചം വായിച്ചു വെക്കണം കേട്ടോ. ദിവസവും കവചം ചൊല്ലാൻ ശ്രമിക്കണം. വളരെ നിർബന്ധമാണ്. കവചം നിങ്ങൾക്കൊരു സുരക്ഷ തന്നെയാണ്. 11th എടുത്തു കഴിഞ്ഞല്ലോ ലാസ്റ്റ് ക്ലാസ്. 11th എടുത്തോ? ഏകാദശ അധ്യായം എടുത്തു അല്ലേ? ഓക്കെ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളിനി 12, 13 എടുക്കേണ്ടത്? ഒന്ന് കൺഫേം ചെയ്തോളൂ. ആരെങ്കിലും ഒന്ന് ക്വിറ്റ് ചെയ്യുക. ക്വിറ്റ് ചെയ്തിട്ട് നേരെ അവസാനത്തെ അധ്യായം നമ്മൾ ഇട്ടിട്ടുണ്ടാവും, ടാഗ് ചെയ്തിട്ടിട്ടുണ്ടാവും അധ്യായത്തിന്റെ മുകളിൽ. അപ്പൊ ഏത് അധ്യായം വരെ എടുത്തു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യൂ. നാരായണീയം ശ്രുതി എടുത്തു, ഓമനാമ പറയുന്നു. അപ്പൊ ഇനി 12ാം അധ്യായമാണോ എടുക്കേണ്ടത്? 12, 13 ആ 2 അധ്യായമാണോ എടുക്കേണ്ടത്? ഒന്ന് ക്ലിയർ ആയിട്ട് പറയണേ. പിന്നെ നമ്മൾ അപരാധ ക്ഷമാപണ മന്ത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതായിപ്പോവും. അതുകൊണ്ടാണ് കറക്റ്റ് പറയൂ. 12ാമത്തെ അധ്യായത്തിലേക്കാണോ പോണ്ടത്?
നാരായണീയം ശ്രുതി എടുത്തു. ഇനി 12-ാം അധ്യായം. ഓമനാമ പറയുന്നു 12-ാം അധ്യായമാണെന്ന്. കൺഫേം ചെയ്യും ഒരാളും കൂടെ. അമ്മേ വിശ്വാസമില്ലാത്തോണ്ടല്ല കേട്ടോ. ഒരാളും കൂടെ കൺഫേം ചെയ്യും. എന്തിനും ഒരു ഒപ്പീനിയൻ കൂടി, അത് നന്നായിരിക്കും. സ്ഥിരമായി ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഉണ്ടല്ലോ. ശ്യാമ മാതാജി, വെട്രിവെല, നമ്മുടെ ശാന്ത മാതാജി എല്ലാം. 7, 8, 9. ഇനി 11, 12, 13 അല്ലേ? ഇനി 12-ാം അധ്യായം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് പോന്നു. ദ്വാദശ അധ്യായം. ദ്വാദശം എന്ന് പറഞ്ഞാൽ 12 കേട്ടോ. ഇനി 12. വിദ്യുദ്ധാമാ സമപ്രഭാ മൃഗപതി സ്കന്ദസ്ഥിതാം ഭീഷണാം കന്യാഭി കരവാളാ ഖേട വിലസത് ഹസ്താഭിരാസേവിധാം ഹസ്തൈചക്രസ്തരാ സിഖേട വിഗിഷാം ക്ഷാപം ഗുണത്തർജിനീം ബിഭ്രാണമലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ. ഇതാണ് നമുക്ക് ധ്യാനം. അതായത് ധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മിന്നലിന്റെ നിറത്തോടു കൂടി. മിന്നൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കാൻ സാധിക്കില്ല അല്ലെ? അപ്പം മിന്നലിന്റെ നിറത്തോട് കൂടി സിംഹാധിരൂഢയും, സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്നവളും, ശത്രുക്കൾക്ക് ഭയത്തെ കൊടുക്കുന്നവളും. ദേവി ദുർഗ ശത്രുക്കൾക്ക് ഭയത്തെ നൽകുന്നവളാണ്. അമ്മയെ കാണുന്നത് തന്നെ ശത്രുക്കൾക്ക് പേടിയാണ്. അങ്ങനെയുള്ള ആ ഭഗവതി വാളും ഘേടകവും ധരിച്ച കന്യകമാരാൽ, വാളും ഘേടകവും ഒക്കെ, ക്ഷമിക്കണം അത് ലൈവ് കട്ടായതാണ്, നെറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള ആ ദേവിക്ക് അകമ്പടി സേവിക്കുന്നത് വാളും ഘേടകവും ഒക്കെ ധരിച്ച ഒരുപാട് കന്യകമാരാണ്. ഓക്കെ, അങ്ങനെ സേവിക്കുന്നവളും കൈകളിൽ സുദർശനം, ശംഖ്, വില്ല്, ശരം, ചാപം, കയറ്, വാള്, പിന്നെ തർജനി മുദ്ര ഇതൊക്കെ ധരിച്ചുകൊണ്ട് അഗ്നിസ്വരൂപിണിയായിക്കൊണ്ട് തലയിൽ ചന്ദ്രക്കല ധരിച്ചുകൊണ്ട് 3 കണ്ണുകളോട് കൂടിയിരിക്കുന്ന ആ ദുർഗാദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പൊ അമ്മ വരുന്ന ആ ഒരു വരവൊന്ന് നോക്കണം. അത്രയും പ്രൗഢഗംഭീരമായിട്ടാണ് അമ്മ വരുന്നത്. ദേവ്യോവാച, ദേവി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേബിസ്തൈവൈശ്യമാം നിത്യം സ്തോഷ്യധേയ സമാഹിത തസ്യാഹം സകലാം ബാധാം നാശയിഷ്യാമ്യ സംശയം. എന്ന് വെച്ചാല് ഈ സ്തോത്രങ്ങൾ കൊണ്ട്, അതായത് ദേവി മഹാത്മ്യത്തിന്റെ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ എന്നും ഏകാഗ്രതയോട് കൂടിയിരിക്കുന്ന മനസ്സോടെ ഈ ഒരു സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ എപ്പോഴും സ്തുതിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഉപദ്രവങ്ങളെയും ഞാൻ ഇല്ലായ്മ ചെയ്യും. അപ്പൊ ദേവി മഹാത്മ്യത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കണം. ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി എന്നെ എപ്പോഴും ആരാണോ ഈ സ്തോത്രങ്ങൾ കൊണ്ട് ജപിക്കുന്നത്, സ്തുതിക്കുന്നത്, അവരുടെ എല്ലാ ഉപദ്രവങ്ങളെയും ദുരിതങ്ങളെയും ഞാൻ ഇല്ലായ്മ ചെയ്യും. അതിലൊട്ടും സംശയം വേണ്ട. ഭഗവതി ഉറപ്പ് നൽകുന്നു, ആ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിത്യവും ദേവി മഹാത്മ്യം ജീവിതത്തിന്റെ ഭാഗമാക്കണം. സമയക്കുറവുണ്ടെങ്കിൽ കവചമെങ്കിലും ചൊല്ലാൻ മറക്കരുത് എന്ന്. മഞ്ജരീസിലെ എല്ലാവരും ദേവി മഹാത്മ്യം വലിയ അക്ഷരത്തിന്റെ ശ്ലോക ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും വാങ്ങുക. മധുകൈടപനാശം ച മഹിഷാസുരഘാതനം കീർത്തയിഷ്യന്തി തേ തദ്വദം ശുംഭനിശുംഭയോ അഷ്ടാമ്യം ച ചതുർദശ്യാം നവമ്യാം ചൈകചേതന ശോഷ്യന്തി ചൈവയേ ഭക്ത്യാ മമ മാഹാത്മ്യമുത്തമം നത്തേഷാം ദുഷ്കൃതം കിഞ്ചിത് ദുഷ്കൃതോഥോ ന ചാപത ന ഭവിഷ്യതി ദാരിദ്ര്യം ന ചൈവേഷ്ടവിയോജനം. എന്ന് വെച്ചാല് മധുകൈടവന്മാരുടെ നാശവും മഹിഷാസുരന്റെ വധവും അതുപോലെ തന്നെ ശുംഭനിശുംഭന്മാരുടെ വധവും കീർത്തനം ചെയ്യുന്നവർ ആരൊക്കെയാണോ മധുകൈടവന്മാരുടെ വധവും അതുപോലെ മഹിഷാസുരനെ വധിച്ച കീർത്തനം, ശുംഭനിശുംഭന്മാരെ വധിച്ച കീർത്തനം, ഇതൊക്കെ ആരൊക്കെയാണോ കീർത്തനം ചെയ്യുന്നത്, അഷ്ടമി, ചതുർദശി, നവമി ഇങ്ങനെയുള്ള തിഥികളിൽ എൻ്റെ ഉത്തമമായിരിക്കുന്ന മഹാത്മ്യം ഭക്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി കീർത്തനം ചെയ്യുന്നവർക്ക്, കീർത്തനം ചെയ്യുന്നവർ മാത്രമല്ല അതാരാണോ കേൾക്കുന്നവർക്ക് പാപമോ
പാപകർമ്മങ്ങൾ ചെയ്യുന്നത് മൂലമുള്ള ആപത്തുകളോ ഒരിക്കലും ഉണ്ടാവുകയില്ല. അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. വിയോഗവും ഇഷ്ടജന വിയോഗം, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളെ വിട്ട് പെട്ടെന്ന് പോവില്ല. ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ? ദേവി മഹാത്മ്യം ചൊല്ലുന്നത് കൊണ്ടും അത് കേൾക്കുന്നത് കൊണ്ടുമുള്ള ഗുണം മനസ്സിലായോ? ശത്രുദോ ന ഭയം തസ്യ ദസ്യുദോ ന വാനാരാജത ന ശസ്ത്രാനലയോ യദൗഘാത് കദാചിത് സംഭവിഷ്യതി. അവർക്ക് ശത്രുക്കളിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഭയമോ പേടിയോ ഒന്നും നേരിടേണ്ടി വരില്ല. അതുപോലെ തന്നെ രാജകോപം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പേടികളൊന്നും നിങ്ങൾക്ക് വേണ്ട. ആയുധങ്ങള്, ഇനി കാട്ടുതീ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ഭയങ്ങളൊന്നും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് അമ്മ പറയുന്നത്. തസ്മാമേ മതമാഹാത്മ്യം പഠിത്തവം സമാഹിതേ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സ്വസ്ത്യയനം മമ. അതായത് അമ്മയുടെ അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന മഹാത്മ്യം മനസ്സർപ്പിച്ചുകൊണ്ട്, വെറുതെ വാഗൊണ്ട് ഹാ ഹൂ ഹി ഹി എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ഏകാഗ്രതയോടുകൂടി മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ ശ്രേഷ്ഠമായിരിക്കുന്ന മഹാത്മ്യം ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയോ ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിൽ കേൾക്കുകയോ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം നന്മയെ നൽകുമെന്നാണ് അമ്മ പറയുന്നത്. അമ്മ തുറന്നു പറഞ്ഞ സത്യമായ വാക്കുകളാണ്. ദേവി ഉവാച, ദേവി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഉപസർഗാനശേഷാം സുമഹാമാരി സമുദ്ഭവാൻ തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയേത് മമ എന്ന് പറഞ്ഞാല് എൻ്റെ ഈ മഹാത്മ്യം, മഹാമാരി ദേവത മൂലം ഉണ്ടായേക്കാവുന്ന എല്ലാ ഉപദ്രവങ്ങളും, ഇനി ഈ ഭൂമിയിൽ എന്ത് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ ഉപദ്രവങ്ങളെല്ലാം തന്നെ, അതായത് വസൂരി പോലെയുള്ള മഹാമാരി, അതായത് മഹാമാരി ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരി ദേവത അറിയാലോ, അപ്പൊ അങ്ങനെയുള്ള ഉപദ്രവങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആധ്യാത്മികമായിരിക്കുന്നതോ ഭൗതികമായിരിക്കുന്നതോ ഇനി ആദി ദൈവികമായിരിക്കുന്നതോ ആയ 3 വിധത്തിലുള്ള ദുർനിമിത്തങ്ങളെയും എൻ്റെ ഈ മഹാത്മ്യം കേൾക്കുന്നത് കൊണ്ടും പാരായണം ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്കില്ലാതെയാവും. യത്ര തത്പടത്യേ സമ്യക് നിത്യമായ തനേ മമ സദാനത്വതി മോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിരം. അതായത് എൻ്റെ ഈ മഹാത്മ്യം വിധിപ്രകാരം പാരായണം ചെയ്യുന്ന വീടുകളിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും സ്ഥിരമായി ഉണ്ടാകുമെന്ന് ദേവി ഉറപ്പിച്ചു പറയുന്നു. ഞാൻ അവിടം വിട്ട് പോവുകയേയില്ല. ദേവി മഹാത്മ്യം ആരുടെ വീടുകളിലാണോ കൃത്യമായി ചൊല്ലുന്നത് ആ വീട് വിട്ട് അമ്മ ഒരിക്കലും പോവുകയില്ല. ബലിപ്രധാനേ പൂജായാമഗ്നികാര്യേ മഹോത്സവേ സർവം മമൈദ ചരിതമുച്ചാര്യം ശ്രാവ്യാമേവ ച. ദുർഗാബലി, ദേവീ പൂജ, അതുപോലെ ചണ്ഡികാഹോമം, മഹോത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ മഹാത്മ്യം അത്യന്തം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും കേൾക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ജാനതാ വാപി ബലിപൂജാം തഥാ കൃത്യം പ്രതീക്ഷ്യമഹം പ്രീത്യാ വഹ്നി ഹോമം തഥാ കൃതം. അതായത് ശാസ്ത്രവിധികൾ അറിയുന്നവനോ അറിയാത്തവനോ ആവട്ടെ, ഇനി വിധികൾ അറിയുന്നവനോ അറിയാത്തവനോ ആവട്ടെ, എൻ്റെ മഹാത്മ്യ പാരായണത്തോടുകൂടി ചെയ്യുന്ന ബലി, പൂജ, ഹോമം എന്നിവ ഞാൻ പ്രീതിയോടുകൂടി സ്വീകരിക്കുമെന്ന് അമ്മ പറയുന്നു. ശരത്കാലേ മഹാപൂജ ക്രിയതേ യാച വാർഷകീ തസ്യാമമൈദമാഹാത്മ്യം ശുദ്ധ്വാ ഭക്തി സമന്നിധ സർവബാധാ വിനിർമുക്തോ ധനധാന്യാ സുധാന്യുധ മനുഷ്യോന്മത്പ്രസാദേന ഭവിഷ്യതീന സംശയേ എന്ന് പറഞ്ഞാല് ശരത്കാലമാവട്ടെ വർഷകാലമാവട്ടെ മഹാപൂജ ചെയ്യുമ്പോൾ എൻ്റെ മഹാത്മ്യം ഭക്തിയോടുകൂടി കേൾക്കുന്നവൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തനായിട്ട് ധനധാന്യ പുത്രാദി സമ്പന്നത്തോടുകൂടി അവൻ ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഭൗതികതയിൽ ജീവിക്കും. ശുത്വാ മമൈദമാഹാത്മ്യം തഥാ ചോത്പത്തയ ശുഭാ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർമ്മയ പുമാൻ. എൻ്റെ ഈ മഹാത്മ്യവും അതുപോലെ തന്നെ എൻ്റെ പുണ്യമായിരിക്കുന്ന അവതാര കഥകളും യുദ്ധത്തിലുള്ള പരാക്രമങ്ങളും കേട്ട് മനുഷ്യൻ ഭയത്തിൽ നിന്നെല്ലാം പുറത്തു വരും. അവന് ജീവിതത്തിൽ പേടിക്കേണ്ട ആവശ്യം വരില്ല. രിപവാ സംശയം യാന്തി കല്യാണം ചോപപത്യധേ നന്ദദേ ചക്കുലം പുംസ മാഹാത്മ്യം മമ ശൃണുത്വാ. എൻ്റെ ഈ മഹാത്മ്യം
ഭക്തിയോടെ കേൾക്കുന്നവരുടെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. അവർക്ക് മംഗളങ്ങൾ ഞാൻ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ കുലവും തലമുറയും എല്ലാം സമ്പുഷ്ടമാക്കി ഞാൻ തീർക്കും. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാത്മമാ എന്ന് പറഞ്ഞാല് ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ ദുസ്വപ്നങ്ങളെല്ലാം കണ്ട് നമ്മൾ വല്ലാതെ പേടിക്കും അല്ലെ. അങ്ങനെ ഉണ്ടാവുമ്പോഴും ഭയം വരുന്ന സമയത്തും ഗ്രഹങ്ങളുടെ പ്രതികൂലമല്ലാത്ത സാഹചര്യം വരുമ്പോ, ഇപ്പം വ്യാഴത്തിന്റെ പ്രതികൂലമല്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നമുക്ക് അനിഷ്ട സ്ഥാനത്ത് ജാതകത്തിലൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ശനിദോഷ കാലം പോലെയുള്ള എല്ലാ കാലങ്ങളിലും എൻ്റെ ഈ മഹാത്മ്യം ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്ക് ഈ വിധ ദുരിതങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല. അതെല്ലാം ഞാൻ മാറ്റിത്തരും. എൻ്റെ മഹാത്മ്യം ശ്രവിക്കുകയെങ്കിലും ചെയ്യുക. പാരായണം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അമ്മ പറയുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കുകയെങ്കിലും ചെയ്യുക. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശദാരുണ ദുസ്വപ്നം ച നിഭ്രഷ്ടം സ്വപ്നമുപാചായതേ. അങ്ങനെ ചെയ്യുമ്പോൾ ബാധാദി സർവദോഷങ്ങളും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും ഗ്രഹപീഡനങ്ങളും ഇല്ലാതാവുകയും ദുസ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങളായി മാറുകയും ചെയ്യും. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതേ ഭേദചന്ദ്രണാം മൈത്രീകരണമുത്തമം. ബാലഗ്രഹബാധയേറ്റ കുട്ടികൾക്ക് ഈ മഹാത്മ്യം അതിൽ നിന്നുള്ള ദുരിതങ്ങളിൽ നിന്നെല്ലാം മാറ്റിത്തരും. മനുഷ്യർ തമ്മിലുണ്ടാവുന്ന അടിപിടി, ബഹളം, കലഹങ്ങൾ അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിയിട്ട് മഹാത്മ്യം പാരായണം ചെയ്യുന്നവരും മഹാത്മ്യം കേൾക്കുന്നവർക്കും നല്ല ഒരു ശാന്തിയും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഞാൻ കൊടുക്കും. ദുർവൃത്തനാമശേഷാണാം ബലഹാനികരം പരം രക്ഷോ ഭൂതപിശാചാനാം പഠനാ ദേവനാശനം. എൻ്റെ ഈ മഹാത്മ്യം പാരായണം ചെയ്യുന്നത് കൊണ്ട് ദുഷ്കൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ശക്തിയെല്ലാം നശിച്ചു പോകുന്നു. ആരാണോ തെറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള തെറ്റുകളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. രക്ഷസുകളും ഭൂതപിശാചികളും എല്ലാം നശിച്ചു പോകുന്നു. സർവ മമൈത മഹാത്മ്യം മമ സന്നിധികാരകം. എൻ്റെ ഈ മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. പശു പുഷ്പാർഘൈ ധൂപൈശ്ച ഗന്ധദീപൈസ്തദോമൈ വിപ്രാണാം ഭോജനൈർഹോഹേ ഹോമൈ പോക്ഷണീയർഹരർനിശം അനൈഷ്യാ വിവിധൈർഭോഗൈ പ്രധാനൈർവർസരേണയാ പ്രീതിർമേ ക്രിയതേ സാസ്മിൻ സകൃതുച്ചരിതേ ശ്രുതേ ശ്രുതം ഹരതി പാപാനി തദാരോഗ്യം പ്രയച്ഛതി. പശുക്കള്, പുഷ്പങ്ങള്, നെയ്യ്, ധൂപം, ഗന്ധം, ദീപം, ബ്രാഹ്മണ ഭോജനം, അതുപോലെ ഹോമങ്ങള്, അഭിഷേകങ്ങള്, മറ്റ് ഭോഗങ്ങള്, ദാനങ്ങള് എന്നിവ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു വർഷക്കാലം രാവും പകലും എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുമോ അത്രയും സന്തോഷവും സംതൃപ്തിയും തന്നെ നിങ്ങൾക്ക് ഈ മഹാത്മ്യം ഒരേ ഒരു തവണ നിങ്ങൾ ഈ മഹാത്മ്യം ഭക്തിയോടുകൂടി പാരായണം ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്നതാണ് അമ്മ പറയുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ അതിനേക്കാളെല്ലാം മുകളിലാണ് ഒരു തവണ നമ്മൾ ഈ മഹാത്മ്യം പാരായണം ചെയ്തിട്ട് ഭക്തിയോടെ ഏകാഗ്രതയോടുകൂടി പാരായണം ചെയ്തിട്ട് അമ്മയുടെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാവുന്നത്. എൻ്റെ മഹാത്മ്യ ശ്രവണം, എൻ്റെ ഈ ദേവി മഹാത്മ്യം കേൾക്കുന്നത് കൊണ്ട് പാപങ്ങളെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയും. കേൾക്കുന്നത് ആരാണോ അവരുടെ പാപങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് അവർക്ക് നല്ല ആരോഗ്യത്തെ ഞാൻ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മനാം കീർത്തനം മമ. എൻ്റെ അവതാര കഥകളുടെ കീർത്തനം ഭൂതബാധാദി ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ നൽകും. ആരാണോ എൻ്റെ അവതാര കീർത്തനങ്ങൾ കേൾക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഭൂതബാധാദി എല്ലാം മാറ്റിയിട്ട് ഞാൻ അവർക്ക് രക്ഷ നൽകും. യുദ്ധേഷു ചരിതം ജന്മേ ദുഷ്ടദൈത്യ നിബർഹണം തസ്മിൻ ശ്രുത്വേ വൈരീകൃതം ഭയം പുംസാം ന ജായതേ. അതായത് യുദ്ധങ്ങളിൽ ദുഷ്ടന്മാരായിരിക്കുന്ന അസുരന്മാരെ ഞാൻ ഇല്ലായ്മ ചെയ്ത ചരിതം. ഇപ്പൊ അമ്മ ഒരുപാട് ദുഷ്ടന്മാരെല്ലാം കൊന്നൂല്ലേ, അങ്ങനെയുള്ളവരെ എല്ലാം ഇല്ലായ്മ ചെയ്ത ആ ഒരു ചരിതം കേൾക്കുന്നവർക്ക് ശത്രുക്കളെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിച്ചു നൽകും. യുഷ്മാമി സ്തുഭയോ യാചയാജ ബ്രഹ്മർഷിബി കൃത്വാ ബ്രാഹ്മണാജ കൃത്താസ്തദാ പ്രയച്ഛതി ശുഭാമതി. അടോറടിച്ച്
നിങ്ങൾ ഇപ്പോൾ എന്നെ സ്തുതിച്ചിരിക്കുന്ന ഈ സ്തോത്രങ്ങളും നേരത്തെ മഹിഷാസുര വധത്തിന് ശേഷം ബ്രഹ്മർഷികൾ ചെയ്ത സ്തോത്രങ്ങളും അതിനും നേരത്തെ മധുകൈടവന്മാരെ നശിപ്പിക്കാനായിട്ട് ബ്രഹ്മസ്തുതി നമ്മൾ പഠിച്ചു അല്ലെ തുടക്കത്തില്. അങ്ങനെയുള്ള ബ്രഹ്മസ്തുതി സ്തോത്രങ്ങളെല്ലാം പാരായണം ചെയ്യുന്നവനും കേൾക്കുന്നവനും ഒക്കെ സർവ്വ ഐശ്വര്യങ്ങളും ഈ ഭൗതികതയിൽ ഞാൻ നൽകും. അരേണേ പ്രാന്തരേവാഭിഭാവാഗ്നി പരിപാരിവിത ദസ്യുർഭിവാവൃതാശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭി സിംഹവ്യാഘ്രാനുയായതോ വാവനേ വാവനഹസ്തിഭി രാജ്ഞാകൃദ്വേന ചാത്മജ്ഞോ വ്യാദ്യോ ബന്ധഗദോപി വാ ആകൂർണിതോ വാവാധേന സ്ഥിതാപോദോ മഹാർണവേ പദ്ദസ്തു ചാഭിഷാത്രേഷു സംക്രാമോ ദൃശദാരുണേ സർവബാധാസു ഘോരാസു വേദനാഭ്യാർദിതോ വിപാ സ്മരേന്മമൈത ചരിതം നരോ മുച്ഛേത് സങ്കടാത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ പ്രഭു പോയിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാട്ടുതീയാൽ ചുറ്റപ്പെടുക. ഇപ്പൊ കാട്ടുതീ വന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഗ്യാസൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പം ഈ എന്താ പറയാ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാം അതൊക്കെ തന്നെ തീ അഗ്നി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ആളില്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ പെട്ടെന്ന് ഒരു സമയത്ത് യാത്ര ചെയ്യേണ്ടി വന്നാൽ അവിടെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പ്രശ്നം. ഇനി സേനാഗണങ്ങളില്ലാത്ത സമയത്ത് ശത്രുക്കളാൽ പിടിക്കപ്പെടുക. നമുക്ക് ആരെങ്കിലും സുരക്ഷിതയില്ലാത്ത സമയത്ത് ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ വരിക. നമ്മളിനി ഏതെങ്കിലും വഴിക്ക് സഞ്ചരിക്കുമ്പോൾ വല്ല സിംഹോ കടുവയോ ആനയോ അല്ലെങ്കിൽ വല്ല പാമ്പോ പഴുതാരയോ പാറ്റോ എന്തൊരു ദുഷ്ടജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങള്, ഇനി രാജകോപത്താൽ വധശിക്ഷയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാത്ത തെറ്റിന് എന്തെങ്കിലും പ്രയാസങ്ങൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിടിച്ചു കെട്ടപ്പെടുക, മഹാസമുദ്രത്തിൽ തോണിയിൽ കൂടി സഞ്ചരിക്കുമ്പം നമുക്കൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോവുക. പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കപ്പൽ യാത്രയൊക്കെ നടത്തേണ്ടി വന്നാൽ വലിയ കൊടുങ്കാറ്റൊക്കെ മഹാമാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ്. ഇനി കൊടും യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, മഹാമാരി പോലെയുള്ള അങ്ങനെയുള്ള ബാധകൾ കൊണ്ട് വേദന കൊണ്ട് പുളയുക തുടങ്ങി ഏത് സന്ദർഭങ്ങളിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളിൽ ഏത് സന്ദർഭങ്ങളിലാണോ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, ആ സമയത്ത് എൻ്റെ മാഹാത്മ്യം ജപിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ സമയത്തുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും വരാതെ ഞാൻ സംരക്ഷിക്കുമെന്ന് അമ്മ ഉറപ്പ് നൽകുന്നുണ്ട്. മമ പ്രഭാവാ സിംഹാദ്യോ ദാസവ്യോ വൈരണസ്ഥിതാ ദൂരാദേവ പാലയന്തേ സ്മരചാരിതം മമ എന്ന് വെച്ചു കഴിഞ്ഞാല് എന്റെ മാഹാത്മ്യം ഓർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ പ്രഭാവം കൊണ്ട് സിംഹാദി മൃഗങ്ങളും തസ്കരാദികൾ അതായത് കള്ളന്മാരും ശത്രുക്കളും വരെ ദൂരെ വെച്ച് ഓടിപ്പോകും. നിങ്ങൾ ദേവി മഹാത്മ്യം ചൊല്ലുന്ന ഒരാളാണോ, പാരായണം ചൊല്ലുന്ന ഒരാളാണോ, കേൾക്കുന്ന ഒരാളാണോ, നിങ്ങളിലേക്ക് ഒരു ശത്രുക്കളും അടുക്കില്ല. അവ ദൂരെ വെച്ച് തന്നെ നിങ്ങളെ വിട്ടു പോകുമെന്ന് ദേവി പറയുന്നു. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഇത്യുക്താസാ ഭഗവതി ചണ്ഡികാ ചണ്ഡവിക്രമാ പശ്യത്യാമേവ ദേവാനാം തത്രൈവാന്ധരീദീയതേ. മഹാപരാക്രമിയായിരിക്കുന്ന ഈ ചണ്ഡികാദേവി ഇപ്രകാരമെല്ലാം മനുഷ്യർക്ക് വാക്കുകൾ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ദേവന്മാരെല്ലാം നോക്കി നിൽക്കെ ഭഗവതി അന്തർദാനം ചെയ്തു. ദേവി പോയി അപ്രത്യക്ഷമായി ഇതെല്ലാം പറഞ്ഞിട്ട്. തേ ഭീദേവാ നിരാന്തകാ സ്വാധികാരാൻ യഥാ പുരാ യജ്ഞഭാഗഭുജാ സർവേ ചക്രുർ വിനിഹാതരായഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചുതരാലോ. മഹാത്മ്യം അയച്ചു കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് മഞ്ജരീസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഇടുക. അപ്പൊ ആ അമ്മയ്ക്ക് ശോഭാ പ്രദീപ് മാതാജിക്ക് മഹാത്മ്യം വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്ത് കൊടുക്കൂ. അന്നേരം ഇങ്ങനെ ദേവി പറഞ്ഞു അല്ലെ, ശത്രുക്കളെ എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ശത്രുക്കളെല്ലാം അമ്മ കൊന്നത് കൊണ്ട് ദേവന്മാരും എല്ലാ പേടിയും മാറി, ദേവന്മാർക്ക് ഉണ്ടായിരുന്ന ഭയം എല്ലാം മാറി. എന്നിട്ടോ അവരവരുടെ അധികാരങ്ങളെ അവരെല്ലാം ഏറ്റെടുത്തു. അവർക്ക് എന്താണോ ഈ ഭൂമിയിൽ അധികാരങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം ശത്രുക്കളെ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു, മഹിഷാസുരനും ചണ്ടമുണ്ടനും എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പൊ അവരെ എല്ലാം അമ്മ അങ്ങ് വധിച്ചു. എന്നിട്ട് അവനവന്റെ അധികാരങ്ങളെല്ലാം അവരവർ കയ്യിലെടുത്ത് വെച്ചിട്ട് അർഹമായിരിക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമെല്ലാം സ്വീകരിച്ചിട്ട് അവര് സംതൃപ്തിയായി. അപ്പൊ ദേവന്മാരുടെ ആ ഒരു ജീവിതത്തിൽ എന്ത് സംതൃപ്തിയാണോ അമ്മ കൊടുത്തത്, ഇതേപോലെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താലും ശ്രവണം നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചാൽ പോലും അമ്മ ആ അനുഗ്രഹം നമ്മൾക്ക് തരും. ഇനി നമ്മൾ ഈ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ 10 പേർക്ക് അയച്ചു കൊടുത്താൽ അവരും ഇത് കേൾക്കാൻ എന്താ പറയാ കേൾക്കാനുള്ള ഒരു അനുഗ്രഹം അവർക്കും ഉണ്ടാവുകയാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ആ ഒരു അനുഗ്രഹം നമ്മൾ വഴിയാണ് ഉണ്ടാവുന്നെങ്കിൽ അവരെയും അമ്മ അനുഗ്രഹിക്കും, നമ്മളെയും അമ്മ അനുഗ്രഹിക്കും. അതുകൊണ്ട് മഞ്ജരീസിന്റെ എല്ലാ ക്ലാസ്സും എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്യൂ കേട്ടോ. ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കരുത്. ദൈത്യാഞ്ച ദേവ്യാനിഹതേ ശുംഭോ ദേവരിപ്പവോ യുധി ജഗദ്വിന്ദം സകേ തസ്മിൻ മഹാഗ്രേതുല വിക്രമേ നിശുംഭേജ മഹാവീര്യ ശേഷ പാതാളമായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവശത്രുവും ജഗദ്ദ്രോഹിയും, അതായത് ഈ ലോകത്ത് തന്നെ ദ്രോഹിയായിരിക്കുന്നവനും അതിരൗദ്രനും ഭയങ്കര ദേഷ്യമുള്ളവനും അതുല്യ ശക്തനുമായിരിക്കുന്ന ശുംഭൻ, ദേവന്റെ ശത്രു കൂടിയാണ് അവൻ. അങ്ങനെയൊക്കെയുള്ള ഒരു ശുംഭൻ എന്ന് പറയുന്ന അസുരനെയും
മഹാബലവാനായിരിക്കുന്ന നിശുംബൻ എന്ന് പറയുന്ന അസുരനെയും യുദ്ധത്തിൽ കൊന്നു കഴിഞ്ഞു അമ്മ. എന്നിട്ടോ ബാക്കിയുള്ള അസുരന്മാരെല്ലാവരെയും അമ്മ പാതാളത്തിലേക്ക് പോയി. പോടാ, ഇനി ഇവിടെ നിൽക്കരുത്, ഇവിടെ കണ്ടുപോരുതെന്നും പറഞ്ഞ് എല്ലാത്തിനെയും അമ്മ ഓടിച്ചു വിട്ടു. ഏവം ഭഗവതി ദേവി സാന്നിധ്യാപി പുനഃ 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 സംഭൂയ കുരുതേ ഭൂതജഗത പരിപാലനം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവി ജനനാദികളില്ലാത്ത നിത്യയാണെങ്കിൽ പോലും, അമ്മയ്ക്ക് ജനനവും ഇല്ല മരണവും ഇല്ല, അങ്ങനെയുള്ള നിത്യമായിരിക്കുന്ന ഭഗവതി ആണെങ്കിൽ പോലും ഇപ്രകാരം വീണ്ടും 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 അമ്മ ഇങ്ങനെ അവതരിച്ചുകൊണ്ട് നമ്മളെ ലോകത്തെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹ്യതേ വിശ്വം സൈവ വിശ്വം പ്രസൂയതേ യാസായാചിതാച വിജ്ഞാനം ദൃഷ്ടാമൃതിം പ്രയച്ഛതി. ആ ദേവി ഈ പ്രപഞ്ചം മോഹിപ്പിക്കപ്പെടുന്നു. ആ ദേവിയാണ് ഈ ലോകത്തെ ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലോകത്തെ സൃഷ്ടിക്കുന്നതും ആ ഭഗവതി തന്നെയാണ്. ഈ പ്രപഞ്ചം അതല്ലേ നമ്മൾ പറയുന്നത് പ്രകൃതി ദേവി, ഭൂമി ദേവി, അല്ലെ, കടലമ്മ, എല്ലാത്തിനെയും നമ്മൾ അമ്മയായിട്ടാണ് നമസ്കരിക്കുന്നത്. ആ ഒരു ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് ഇങ്ങനെ മോഹം നൽകുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതും ആ അമ്മ തന്നെയാണ്. ഫലാപേക്ഷ കൂടാതെ നമ്മൾക്ക് എന്ത് ഫലം ലഭിക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഫലം കിട്ടും, എനിക്ക് അമ്മ ഇന്നത് തരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യാ, ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നമ്മൾ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ശ്രവിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷദായകമായിരിക്കുന്ന വിജ്ഞാനം നൽകുന്ന ആ ദേവി സന്തുഷ്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഐശ്വര്യം അമ്മ തന്നെ നൽകുന്ന പറയുന്നത്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അമ്മയുടെ തൃപാദങ്ങളിൽ ദേവി മഹാത്മ്യം സമർപ്പണം ചെയ്യുക. ആ ഭഗവതി നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തരട്ടെ, അമ്മയ്ക്ക് ഇഷ്ടമല്ലേ തരണ്ട. ആ ദേവി സന്തുഷ്ടയാവണം നമ്മുടെ ഭക്തിയിൽ. അമ്മമാരെ സന്തുഷ്ടമാക്കാൻ ഇത്ര നേരം വേണം, അല്ലെ? നമ്മൾ പോയി നമ്മുടെ അമ്മയുടെ കവിളിലൊന്ന് തൊട്ടാൽ മതി, അല്ലെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി, ആ അമ്മ അവിടെ ഇരിക്കും. ഒരു മാറ്റവും ഇല്ല. ആ ഒരു ബന്ധമാണ് ഈ അമ്മയും മക്കളും തമ്മിലുള്ളത്. അതേ ബന്ധം തന്നെയാണ് ഭഗവതിയും മക്കളുമായിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ അമ്മയെ സോപ്പിടണമെങ്കിൽ എന്ത് വലിയ കുറ്റം ചെയ്തിട്ട് നമ്മൾ ചെന്നാലും അമ്മയെ സോറി അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അവിടെ ഇല്ല. നമ്മൾ ചെയ്ത എല്ലാ കാര്യവും അമ്മ അങ്ങോട്ട് മറക്കും, അല്ലെ? എന്താ വിശക്കുണ്ടോ, എനിക്ക് കഴിച്ചോളൂ, അല്ലെ നിന്റെ കയ്യിൽ പൈസ ഇല്ലേ, നിനക്ക് വല്ലതും വേണോ, എന്തുണ്ടെങ്കിലും കെട്ടിപ്പോഞ്ഞു തരും. അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ആ മാതൃത്വത്തിന്റെ 10,000 കോടി ലക്ഷക്കണക്കിന് കോടി അതിലേറെയാണ് നമുക്ക് ഭഗവതിക്ക് നമ്മളോടുള്ള ആ ഒരു കനിവ് എന്ന് പറയുന്നത്. അപ്പോ ദേവിയെ നമ്മൾ സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഹൃദയം തുറന്ന് നമ്മൾ എന്ത് ചെയ്യുക, അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ മതി. ആ അമ്മ സമീപസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മ നമ്മളിൽ പ്രസാദിക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ടെന്നാ പറയണത്. വ്യാപ്തം തയേ സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര മഹാകാളി മഹാകാളി മഹാമാരി സ്വരൂപയാ. അല്ലയോ രാജാവേ, മഹാപ്രളയകാലത്ത് സംഹാര ശക്തിയായിരിക്കുന്ന ആ മഹാമാരി സ്വരൂപം സ്വീകരിക്കുന്ന മഹാകാളിയാൽ തന്നെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ഭഗവതി ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്, അല്ലെ? അപ്പോ സൈവകാലേ മഹാമാരി സൈവ സൃഷ്ടിർഭവത്യജ സ്ഥിതിം കരോതി ഭൂതാനാം സൈവകാലേ സനാതനേ. ജനനാദികളില്ലാത്തവളാണെങ്കിലും അമ്മ ജനിക്കുന്നോ മരിക്കുന്നോ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരമ്മയാണെങ്കിൽ കൂടിയും നിത്യയായിരിക്കുന്ന ആ അമ്മ, സനാതനിയായിരിക്കുന്ന ആ ദേവി തന്നെയാണ്. ഈ ലോകങ്ങളെയും അതാത് സമയത്ത് സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. കാരണം എന്താ, ത്രിമൂർത്തി ശക്തികളിൽ, സകല ദേവതാ ശക്തികളിൽ നിന്നാണ് അമ്മ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാ അധികാരങ്ങളും അമ്മയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. അമ്മ നമ്മുടെ അമ്മയാണ് നമ്മളെ പ്രസവിച്ചതല്ലേ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് നമുക്ക് ഈ ലോകത്തെ കാണിച്ചു തന്നിരിക്കുന്നത്. അമ്മയിലൂടെയാണ് നമ്മൾ ജന്മം കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഇവിടെ ഭഗവതി പോലും അങ്ങനെയാണ്. ഈ സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുന്നതും ലോകം എന്താണെന്ന് കാണിക്കുന്നതും നിലനിർത്തുന്നതും വളർത്തുന്നതും സംഹരിക്കുന്നതും നമ്മളുടെ എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം അമ്മ തന്നെയാണ്. ഭവകാലേ നൃണാം സൈവ ലക്ഷ്മീർ വൃദ്ധ്യാപ്രദാഗുഹേ സൈവ ഭാവേ തഥാ ലക്ഷ്മീർ വിനാശയോപചായത്തെ എന്ന് വെച്ചാല് ആ ദേവി തന്നെയാണ് മനുഷ്യരുടെ വീടുകളിൽ നല്ല കാലത്ത് ഐശ്വര്യമായിരിക്കുന്ന ലക്ഷ്മി ദേവിയായിട്ട് വരുന്നതും. അതേപോലെ ദോഷകാലത്ത്, എപ്പോഴാ ദോഷകാലം ഉണ്ടാവുന്നത്, അമ്മയെ മറന്ന് വീട്ടിലെ ചിട്ടവട്ടങ്ങൾ മറന്ന് എന്തെല്ലാം ദുരിതങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യും. എന്താ ചെയ്യുന്നത്, നോൺ വെജ് കഴിക്കും, സന്ധ്യാസമയത്ത് ചൂലെടുത്ത് അടിച്ചുവാരും, ബഹളം ഉണ്ടാക്കും, വെള്ളം പാഴാക്കും, നമ്മുടെ വീടിന്റെ മുമ്പിൽ വസ്ത്രങ്ങൾ തൂക്കിയിടും, വീട് വൃത്തിയാക്കാതിരിക്കും, വായ തോന്നിയ ചീത്ത വാക്കുകളെല്ലാം ഉപയോഗിക്കും,
നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കളയും. ഇനി വീട്ടിൽ പാത്രങ്ങൾ കഴുകിടാതെ കിടന്നുറങ്ങും. വെറുതെ വൃത്തിയില്ലാതെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ ഒരു ചന്ദനപ്പൊട്ട് വെക്കാതെ അലക്ഷ്യമായ സമയത്തെല്ലാം കിടന്നുറങ്ങിയിട്ട് മുടി ചീകി കെട്ടാതെ എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ അലക്ഷ്മിയായി വന്നിരിക്കുന്നതും ഈ അമ്മ തന്നെയാണ്. നമ്മുടെ വിനാശം നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത്. അങ്ങനെയുള്ള തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോയിട്ട് ജ്യേഷ്ഠാ ഭഗവതി എന്ന് കയറിയിരിക്കും. ഇതും അമ്മ തന്നെയാണെന്നാണ് പറയുന്നത്. സ്തുതാ സംപൂജിതാ പുഷ്പേ ധൂപഗന്ധാദി വിസ്തദാ തദാദി വിത്തം പുത്രാം ശമതിം ധർമ്മേ ഗതിം ശുഭാം. ദേവിയെ യഥാവിധിയിൽ പുഷ്പഗന്ധാദി ധൂപങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ദേവി ധനത്തെയും പുത്രന്മാരെയും ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുവാനുള്ള ശുഭമായിരിക്കുന്ന ബുദ്ധിയെയും അമ്മ നൽകും. നമുക്കെല്ലാം ഭഗവതി നൽകുന്ന പറയുന്നത്. ഈ ഭൗതികതയിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ആ അമ്മ ഭഗവതി നൽകും. വിധിയായിട്ട് സരസ്വതി ദേവി നൽകും. നമ്മൾക്ക് ക്ഷമ നൽകും, നമുക്ക് സമാധാനം നൽകും. നമ്മൾക്ക് തെറ്റ് ചെയ്യുന്ന നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അവരിൽ നിന്നൊരു അകലം പാലിക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും നൽകും. നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ദേവി മഹാത്മ്യം ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തും. ആ ബന്ധം വേണ്ട, അത് ശരിയല്ല, അതിലേക്ക് അടുക്കണ്ട, ഒരകലം പാലിച്ചോളൂ, അല്ലെങ്കിൽ അവിടേക്ക് നീ പോകണ്ട, അത് സുരക്ഷിതമല്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അമ്മ നമ്മൾക്ക് ഉൾവിളിയായിട്ട് പറഞ്ഞു തരും. അല്ലെ ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കണ്ട എന്ന് കൃത്യമായിട്ട് അമ്മ നമ്മളെ ബോധ്യപ്പെടുത്തും. അതാണ് ഒരു അമ്മയുടെ കടമ എന്ന് പറയുന്നത് അല്ലെ. മക്കൾ പോകുന്ന വഴികളിലുള്ള എല്ലാ ആപത്തുകളെയും അമ്മ കാണിച്ചു തരും. അതുപോലെ ദേവി മഹാത്മ്യം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോ. ഭഗവതി എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമ്മളെ വഴി നടത്തും. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ദ്വാദശേ. അപ്പൊ ദ്വാദശ അധ്യായം കഴിഞ്ഞു. ഇനി നമ്മുടെ ദേവി മഹാത്മ്യത്തിലെ അവസാന അധ്യായമാണ്. ക്ഷമയോടെ സന്തോഷത്തോടെ കേൾക്കുക. ത്രയോദശാധ്യായ 13ാമത്തെ അധ്യായമാണ് കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയ റിലാക്സ്. മനസ്സിലാവുണ്ടോ? ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാണോ? അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അംഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണോ യൂട്യൂബിലൂടെയാണോ ക്ലാസ് കാണുന്നത് മാത്രം ഒന്ന് എനിക്ക് മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരിക, വാട്സപ്പ് അയച്ചു തരിക. വാട്സപ്പ് നമ്പർ അറിയാലോ അല്ലേ? 93 42 49 49 41. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക, മഞ്ജരീസിൽ അംഗമാവണം എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലാവുന്നുണ്ട് രാജേശ്വരി അമ്മ? അപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ മിക്കവരും ഈ ക്ലാസ് കാണുന്നവർ ഒരു 80% ആളുകൾ മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. വീഡിയോസ് ഒന്നും അതിലിട്ടില്ല, നിങ്ങൾക്ക് ഗാലറി ഫുള്ളായി പോവും. അതുകൊണ്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല, കൃത്യമായ മെസ്സേജുകൾ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് 13ാമത്തെ അധ്യായത്തിലേക്ക് പോവാട്ടോ. ധ്യാനം. ഭാലാർക്കമണ്ഡലഭാസം ചതുർബാഹും ത്രിലോചനാം പാശാങ്കുശവരാഭീതി ധാരയന്തീം ശിവാം ഭജേ. ഉദയസൂര്യന്റെ പ്രഭയോടുകൂടി 4 കൈകളും 3 കണ്ണുകളും പാശം, അങ്കുശം, വരമുദ്ര, അഭയമുദ്ര എന്നിവ കൈകളിൽ ധരിച്ചുകൊണ്ട് ശിവ എന്ന ഭഗവതിയെ നമ്മൾക്ക് ഭജിക്കാം. അല്ലെ, ശിവ എന്ന ഭഗവതിയെ നമുക്ക് ഭജിക്കാം. സുഷമാതാജി ഞാൻ വിളിക്കാം കേട്ടോ, ഞാൻ കണ്ടില്ല കോള്, ക്ഷമിക്കണം. അപ്പോ ഋഷിരുവാച, ഋഷി പറഞ്ഞു. അയ്യോ സോറി രാജലക്ഷ്മി മാതാജി, അതെ ഞാനിത് വായിക്കുന്നോണ്ടേ ആ ശ്ലോകം അങ്ങനെ സ്പീഡിൽ വായിച്ചു പോയി. പതുക്കെ വായിക്കണം അല്ലേ? ക്ഷമിക്കും അമ്മ, ക്ഷമിക്കും. ഞാൻ വായിച്ചിടാം, പതുക്കെ വായിച്ചിടാം. അമ്മ എൻ്റെ കൂടെ വായിക്കുന്നുണ്ടല്ലേ? ഓക്കെ അമ്മ, ക്ഷമിക്കും. ഏതത്തെ കഥിതം ഭൂപ ദേവി മാഹാത്മ്യമുത്തമം ഏവം പ്രഭാവ സാ ദേവി യേദം ധാര്യതേ ജഗത്. ഓക്കെ അമ്മ, സോറി ഞാൻ വായിക്കുന്നുണ്ട്, സ്പീഡിൽ അങ്ങ് വായിച്ചു പോയി. ഓക്കെ അമ്മ. അപ്പോ അതിന്റെ അർത്ഥം, ഹേ മഹാരാജാവേ, ഉത്തമമായിരിക്കുന്ന ദേവി മാഹാത്മ്യം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഋഷി പറയാണ്, രാജാവേ, ഉത്തമമായിരിക്കുന്ന ഈ ദേവി മാഹാത്മ്യം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തെ ആകെ, ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്ന ദേവി ഈ പറഞ്ഞ എല്ലാ പ്രഭാവത്തോടും കൂടിയവളാണ്. ഇതിലേറെ പ്രഭാവം അത് നമുക്ക് പറഞ്ഞു തീർക്കാനാവില്ല.
ഓക്കെ വന്നു, ക്ഷമിക്കണം കേട്ടോ, അതിവിടെ നെറ്റിന്റെ പ്രശ്നം. ഡോറ് തുറന്നിട്ട് ഒരുപാട് കൊതുകും വരുന്നു. വിദ്യാ തഥൈവ ക്രിയതേ ഭഗവതിഷ്ണു മായൈവ തയാ ത്വമേഷ വൈശച്യ തഥൈവാനേ വിവേകിനാ മോഹ്യന്തേ മോഹിതാചൈവ മോഹമേഷ്യന്തി ചാഭരേ താമുപൈഹി മഹാരാജാ ശരണം പരമേശ്വരീ. ആരാധിതാ സൈവ നൃണാം ഭോഗ സ്വർഗാപവർഗദാ. ഇത്ര മതിയോ സ്പീഡ്? സോറി ശ്രീജിത്ത് പ്രഭു, ഞാനത് വായിച്ച് ഇങ്ങനെ എടുത്തു പോയതുകൊണ്ടേ അങ്ങനെ എടുത്ത് അങ്ങോട്ട് പോയി. സോറി. അപ്പോൾ ഇത്ര സ്പീഡ് മതിയോ? ഓക്കെ ആണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടത്തില്? ഞാൻ അറിയുന്നില്ല നിങ്ങൾ കൂടെ വായിക്കുന്നു എന്നുള്ളത്. പറയണ്ടേ? സാരല്ല കേട്ടോ. വിഷ്ണുമായായിരിക്കുന്ന ആ ദേവി തന്നെയാണ് വിദ്യ നൽകുന്നത്. വിഷ്ണുമായായിരിക്കുന്ന ആ ദേവി സരസ്വതീ ഭാവത്തിൽ നമുക്ക് വിദ്യ നൽകുന്നു. ഈ ദേവി തന്നെയാണ് അങ്ങയെയും ഈ വൈശ്യനെയും അതുപോലെ തന്നെ വളരെ വിവേകമുള്ളവനെയും എല്ലാവരെയും, ഉള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭഗവതി തന്നെയാണ്. ഹേ മഹാരാജാവേ, ഇങ്ങനെ പ്രഭാവമുള്ള ആ പരമേശ്വരി ആയിരിക്കുന്ന ഈ ദേവിയെ നമ്മൾക്ക് എല്ലാവർക്കും ശരണം പ്രാപിക്കാം. ആരാധിക്കപ്പെടേണ്ടവളായാൽ ആ ദേവി തന്നെ മനുഷ്യർക്ക് അവരുടെ അപേക്ഷ അനുസരിച്ച് ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം പ്രാർത്ഥന ഭഗവതിക്ക് മുമ്പിൽ വെച്ചാലും ആ ദേവി ആരാധിക്കപ്പെടേണ്ടവളാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ആ ദേവി ഈ ലോകത്തിലുള്ള സുഖങ്ങളും അനുഭവങ്ങളും എല്ലാം, ഇവിടെയും പരലോകത്തിലുമുള്ള എല്ലാ സുഖാനുഭവങ്ങളെയും സ്വർഗാനുഭവങ്ങളെയും അതുപോലെ പരമമായിരിക്കുന്ന മോക്ഷത്തെയും ഭഗവതി നമുക്ക് നൽകും. മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയൻ പറഞ്ഞു, ഇതി തസ്യാവച ശ്രുത്വാ സുരതസ നരാധിപാഃ. സോറി അമ്മ. പ്രണിപത്യ മഹാഭാഗം തമൃഷിം സംശ്രിതവ്രതം നിർവിണ്ണോ തിമമത്വേന രാജ്യാപഹരണേന ച ജഗാമ സദ്യ സപ്തസേ സച വൈശ്യോ മഹാമുനി സന്ദർശനാർത്ഥമംഭായ നദീപുളിനമാസ്ഥിത. രാജ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് അതിമമത്വം കൊണ്ടും ദുഃഖിതനായിരുന്ന സുരഥൻ എന്ന് പറയുന്ന മഹാരാജാവ്, അദ്ദേഹത്തിന്റെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടില്ലേ, അങ്ങനെയുള്ള ആ രാജാവ് ഇതുപോലെ ഋഷിയുടെ മുഖത്ത് നിന്ന് ദേവി മഹാത്മ്യം കേട്ടു. ദൃഢവ്രതനായിരിക്കുന്ന മഹാഭാഗനായിരിക്കുന്ന ആ ഋഷിയെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രകാരം തപസ് ചെയ്യാൻ വേണ്ടി പോയി ആ രാജാവ്. ആ വൈശ്യനും തപസ് ചെയ്യാൻ പോയി. ദേവീ ദർശനത്തിനായിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് അമ്മയെ നമസ്കരിച്ചുകൊണ്ട് അവര് നദിയുടെ തീരത്ത് തപസ് ചെയ്തു. സാചാ വൈശ്യസ്പദസ്പേതേ ദേവീ സൂക്തം പരം ജപൻ തൗ തസ്മിൻ പുളിനെ ദേവ്യാ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രസ്തുസ്തസ്യാ പുഷ്പധൂപാഗ്നിതർപ്പണൈ. ആ മഹാരാജാവും വൈശ്യനും ശ്രേഷ്ഠമായിരിക്കുന്ന ദേവീ സൂക്തം ജപിച്ചുകൊണ്ട് തപസ് ചെയ്തു. അവർ ആ നദീപുളിനത്തിൽ, നദിയുടെ അടുത്ത് മണ്ണുകൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പുഷ്പം, ധൂപം, ഹോമം, തർപ്പണം എന്നിവ കൊണ്ട് ദേവിയെ പൂജിക്കാൻ തുടങ്ങി. നിരാഹാരൗ യഥാഹാരൗ തന്മനസ്കൗ സമാഹിതൗ തദസ്ത്വൗ ബലീം ചൈവ നിജഗാത്രാസുഗൃഷിതം. അവർ ആഹാരമെല്ലാം കുറച്ചു, ഭക്ഷണമെല്ലാം കുറച്ചിട്ട് ആഹാരമൊക്കെ ഉപേക്ഷിച്ചിട്ട് ദേവിയിൽ തന്നെ മനസ്സിനെ അങ്ങ് ഉറപ്പിച്ചിട്ട് ജിതേന്ദ്രിയന്മാരായിട്ട് ദേവിയെ പൂജിക്കുകയും നമ്മുടെ ശരീരത്തിലെ രക്തം കൊണ്ട് നനച്ച് ബലി അർപ്പിക്കുകയും ചെയ്തു. അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല, അതൊക്കെ ഉയർന്ന ഭക്തര് ഏതോ യുഗത്തിൽ ചെയ്ത കാര്യമാണ്.
അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ വിധികളുണ്ട്. നമ്മൾ പോയിട്ട് രക്തം കൊണ്ട് ദേവിയെ ബലിയൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഇതൊക്കെ വേറെ വിധികളാണ്. ആ വിധികളൊന്നും ചിലപ്പോൾ രക്തം എന്നുള്ളത് അതുപോലെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ആഹാരമൊക്കെ കുറച്ചിട്ട്, അതായത് എന്ന് കരുതിയോ മാതാജി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത്, അങ്ങനെയല്ല. അമിത ആഹാരം വേണ്ട. അമിത ആഹാരം എപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണ്. കിടന്നു ഉറങ്ങിപ്പോവും. അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് സമാധാനത്തോടെ ശാന്തിയോടെ ഏകാഗ്രതയോടുകൂടി അമ്മയെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. ഏവം സമാരാധയാ സ്തോത്രി ബിർവർഷൈർ യഥാത്മനോ പരിതുഷ്ട്വാ ജഗദ്ധാത്രി പ്രത്യക്ഷം പ്രാഹചണ്ഡിക. എന്ന് വെച്ചാല് ഇപ്രകാരം ജിതചിത്തന്മാരായിട്ട് അവർ ജഗത് മാതാവായിരിക്കുന്ന ആ ചണ്ഡികാദേവിയെ ആരാധന നടത്തിയപ്പോ 3 വർഷം കൊണ്ട് ദേവി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദേവി പറഞ്ഞു, ദേവ്യോവാച, ദേവി പറഞ്ഞു എന്താ? യത് പ്രാർത്ഥ്യത്തെ ത്വയാ ഭൂവ ത്വയാ ചക്കുലനന്ദന മത്തസ്തദത് പ്രാപ്യതാം സർവം പരിതുഷ്ട ദദാമീവാം. ഹേ രാജാവേ, അവിടുന്നും ഉത്കൃഷ്ട കുലജാതനായിരിക്കുന്ന വൈശ്യനും എന്താണാവൂ എന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? രാജാവും രാജാവിന്റെ കൂടെ ഇരിക്കുന്ന വൈശ്യനും എന്താ എന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? അത് ഞാൻ സന്തോഷത്തോടെ തരാം, നിങ്ങൾ സ്വീകരിക്കൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഭഗവതി ചോദിച്ചു. മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയൻ പറഞ്ഞു, തദോ വവ്രേ നൃഭോ രാജ്യമ വിഭ്രംശന്യ ജന്മനി അത്രാബീച നിജം രാജ്യം ഹതശത്രുബലം ബലാദ്. അപ്പൊ രാജാവ് അടുത്ത ജന്മത്തിലും വിട്ടുപോകാത്ത രാജ്യവും ഈ ജന്മത്തിൽ ശത്രുക്കളെ എല്ലാം സംഹരിച്ചിട്ട് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടണമെന്ന ആ വരം ദേവിയോട് ചോദിച്ചു. അടുത്ത രാജ്യവും അടുത്ത ജന്മത്തിലും ഈ രാജ്യം വിട്ടുപോകരുത്. ഈ ജന്മത്തിൽ അവിടെയുള്ള ശത്രുക്കളെല്ലാം നശിപ്പിച്ചിട്ട് ആ രാജ്യം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ദേവിയോട് പറഞ്ഞു. സോപി വൈശ്യസ്തോ ജ്ഞാനം വവ്രേ നിർവിണ മാനസഃ മമേത്യ ഹമിതി പ്രാജ്ഞ സംഘവിച്യുതികാരകം. സംസാരത്തിൽ നിന്നും വിരക്തനായവനും പ്രാജ്ഞനുമായിരിക്കുന്ന വൈശ്യൻ ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനവരം വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന പരമാർത്ഥമായിരിക്കുന്ന ജ്ഞാനം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതായത് ഈ ലോകത്ത് എനിക്ക് ഈ ഒരു സംസാര സാഗരത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കണ്ട, ഞാൻ എന്നുള്ള അഹങ്കാരം ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെടാനുള്ള ആ വരം വേണമെന്ന് പ്രാർത്ഥിച്ചു. ദേവ്യോവാച, ദേവി പറഞ്ഞു, സ്വൽപൈരഹോഭിർനിഭൃതേ സ്വം രാജ്യം പ്രാപ്യസ്തദേ ഭവാൻ ഹത്വാ രിഭൂനസ്കലിതം തവ തത്ര ഭവിഷ്യതി. ഹേ രാജാവേ, അല്പ ദിവസങ്ങൾക്കകം അങ്ങേക്ക് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടും. രിപുക്കൾ അതായത് ശത്രുക്കളെല്ലാം നശിപ്പിച്ചിട്ട് ആ രാജ്യം അങ്ങേക്ക് തന്നെ അടുത്ത ജന്മത്തിലും കൈവിട്ട് പോകാതെ സൂക്ഷിക്കാൻ പറ്റും. അമ്മ കൊടുത്ത വരമാണ് കേട്ടോ, ചോദിച്ച വരം അമ്മ നൽകി. മൃദശ്ചാഭൂയ സംപ്രാപ്യ ജന്മദേവാദിവസ്ത്വധ സാവർണികോ നാമ മനുർഭവാൻ ഭുവി ഭവിഷ്യതി. ഭവാൻ ഈ ജന്മത്തിന്റെ അവസാനത്തിന് ശേഷം സൂര്യന്റെ മകനായിട്ട് ജനിച്ചിട്ട് സാവർണികൻ എന്ന് പറയുന്ന പേരിൽ പ്രസിദ്ധനായി തീരും. ആ രാജാവിനോട് ദേവി പറഞ്ഞു, ഈ ജന്മം അങ്ങ് ജീവിച്ചു മരിച്ചതിന് ശേഷം അടുത്ത ജന്മത്തില് സൂര്യന്റെ മകനായി ജനിച്ചിട്ട് സാവർണികൻ എന്ന് പറയുന്ന പേരിൽ അവിടുന്ന് ഒരുപാട് എന്താ പറയാ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ അങ്ങ് പ്രശസ്തനാവും. സാവർണികൻ എന്ന പേരിൽ അങ്ങ് ജനിക്കുന്നു പറഞ്ഞു. വൈശ്യവര്യാത്വയാ യജ്ഞവരോ സ്മത്തോ വിവാഞ്ചിത തം പ്രയച്ഛാമി സംസിദ്ധ്യൈ തവ ജ്ഞാനം ഭവിഷ്യതി. ഹേ വൈശ്യശ്രേഷ്ഠ, 2 പേരുണ്ടല്ലോ, രാജാവുണ്ട് വൈശ്യനുണ്ടല്ലോ. വൈശ്യശ്രേഷ്ഠ, അങ്ങ് എന്നോട് ചോദിച്ച വരം ഞാൻ നൽകാം. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം ലഭിക്കാനുള്ള ജ്ഞാനം അങ്ങേക്ക് ഉണ്ടാവട്ടെ. അവിടുന്ന് അതല്ലേ ചോദിച്ചത്, അത് അങ്ങേക്ക് ഉണ്ടാവട്ടെ. മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയൻ പറഞ്ഞു, ഇതി ത്വത്വാ തയോർദേവി യഥാഭിലഷിതം വരം ബഭൂവാന്തർഹിത സദ്യോ ഭക്ത്യാ താഭമ്യപുഷ്ടത. ഇപ്രകാരം 2 പേർക്കും
അവരവരെ ആഗ്രഹിച്ച വരം അമ്മ നൽകിയിട്ട് അവരാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട് ദേവി വേഗം അപ്രത്യക്ഷമായി. ഏവം ദേവ്യാ വരം ലബ്ധ്വാ സുരദാ ക്ഷത്രിയർഷഭ സൂര്യാത്മജ സമാസാദ്യ സാവർണിർഭവിധാമനു. ഇങ്ങനെ സുരതൻ എന്ന് പറയുന്ന ആ ക്ഷത്രിയ ശ്രേഷ്ഠൻ ദേവിയിൽ നിന്ന് വരം ലഭിച്ചിട്ട് സൂര്യന്റെ മകനായിട്ട് സാവർണി എന്ന് പറയുന്ന മനുവായിട്ട് ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഭവിക്കുമെന്ന് അമ്മ ഉറപ്പും കൊടുത്ത് ക്ലീം ഓം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ത്രയോദശേ. അങ്ങനെ 13ാമത്തെ അധ്യായവും അമ്മയുടെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു അല്ലേ. ഇനി നമുക്ക് അപരാധ ക്ഷമാപണ മന്ത്രം നമ്മൾ ഒരുപാട് ഈ 13 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചു, നമ്മൾ ഇതെല്ലാം ചെയ്തു. ഇനി നമുക്ക് അമ്മ തന്നിരിക്കുന്ന ആ ഒരു സമയത്തിലാണ് നമ്മൾ ഈ ക്ലാസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രഹീനം, ക്രിയാഹീനം, ഭക്തിഹീനം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദേവി മഹാത്മ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു അപരാധ ക്ഷമാപണ മന്ത്രം അത് നമ്മൾ ചൊല്ലണം. അതിൻ്റെ അർത്ഥം എന്താണ്? ദേവി മഹാത്മ്യത്തിലുണ്ട് അത്. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപരാധ സഹസ്രാണി ക്ലിയന്തേ ഹർനിശം മയാ ദാസോ യമതിമാം മത്വാ ക്ഷമസ്യ പരമേശ്വരി. അതായത് ഞാൻ രാവും പകലും ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രാത്രിയും പകലും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നെ അമ്മയുടെ ഓക്കെ അമ്മ. അപ്പോ ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. മഹാരാജ് ബർസാനയിലെ മഹാരാജാണ്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിക്കുക. വൃന്ദാവനത്തിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. മഹാരാജ് ജയ് ശ്രീ രാധേ രാധേ. അപ്പം രാവും പകലും ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പൊ അങ്ങനെയുള്ള നമ്മള് ദേവിയുടെ ദാസനായി കരുതി നിൻ തിരുവടി അമ്മ എല്ലാം നമ്മളോട് ക്ഷമിക്കണം എന്നാണ് അമ്മയോട് ചോദിക്കുന്നത്. ആവാഹനം ന ജാനാമി ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. യഥോക്ത രീതിയില് ദേവിയെ ആവാഹനം ചെയ്യാനോ വിസർജനം ചെയ്യുവാനോ പൂജ ചെയ്യാനോ എനിക്കറിയില്ല. അമ്മയെ ആവാഹിക്കാനോ അമ്മയെ തിരിച്ചുവിടാനോ അമ്മയെ ഇരുത്താനോ ഒന്നും നമുക്ക് യഥാവിധമായിരിക്കുന്ന രീതിയിൽ അറിഞ്ഞൂടാ അല്ലേ. അമ്മയ്ക്കുള്ള പൂജ കൊടുത്ത് അമ്മയെ സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് അറിഞ്ഞൂടാ ആർക്കും. അതുകൊണ്ട് പൂജാ പാരായണങ്ങൾക്ക് വന്നിട്ടുള്ള കുറവുകളെല്ലാം അമ്മ ദേവി നമ്മളോട് ക്ഷമിക്കണം. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാദേവി പരിപൂർണം തദസ്തുതേ. മഹാരാജിന് മലയാളം വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിടും കേട്ടോ. ജയ് ശ്രീ രാധേ രാധേ മഹാരാജിന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടാൽ അദ്ദേഹം അത് വായിക്കും. അദ്ദേഹം ബാർസാനയിലെ മഹാരാജാണ്. ശ്രീമതി രാധാറാണിയുടെ അടുത്ത സേവകനാണ്. അപ്പോ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാദേവി പരിപൂർണം തദസ്തുതേ. ഈ അവസരത്തിൽ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, അദ്ദേഹം നമ്മുടെ ലൈവിൽ കയറുമ്പോൾ ശ്രീമതി രാധാറാണിയുടെ കൃപാകടാക്ഷം നമുക്കുണ്ടായി ഇല്ലേ. ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഉണ്ടായി. കാരണം എന്താ, ശ്രീമതി രാധാറാണിയെ അത്യധികം പൂജിക്കുകയും ഉണർത്തുകയും ഉറക്കുകയും ആരാധന ചെയ്യുകയും നിവേദ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാരാജ് ഇന്ന് ആദ്യമായി നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നു. അത് ഭഗവതിയുടെ കാരുണ്യം അമ്മ ദേവി രാധാറാണി അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അമ്മയുടെ സേവകൻ നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത്. മഹാരാജ് ജയ് ശ്രീ രാധേ രാധേ. ഇതിൽ പരം സത്യം എന്താ വേണ്ടത്? അമ്മ കാണിച്ചെന്ന ദൃഷ്ടാന്തം കണ്ടില്ലേ? അതാണ് പറയുന്നത്. ദേവി മഹാത്മ്യത്തിനും എല്ലാത്തിനും അതിൻ്റെതായ ഒരു അനുഗ്രഹം ഉണ്ടെന്ന്. ഹരേ കൃഷ്ണ. എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. സാക്ഷാൽ ദേവി വന്ന പോലെ അദ്ദേഹം നമ്മുടെ ലൈവിൽ വന്നു. ഹരേ കൃഷ്ണ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാദേവി പരിപൂർണം തദസ്തുതേ. എനിക്ക് മന്ത്രസിദ്ധിയില്ല, പൂജ ഹോമാദികൾക്കുള്ള ക്രിയാസിദ്ധിയില്ല, ഭക്തിയും നമ്മൾക്കില്ല. എന്നാലും ഞാൻ ഈ ചെയ്തിട്ടുള്ള പൂജാപാഠങ്ങളെ ദേവി കരുണ ചെയ്ത് അത് കുറവില്ലാതെ ചെയ്തതുപോലെ കരുതി സ്വീകരിച്ച് അമ്മ എന്നെ അനുഗ്രഹിക്കണേ. അപരാധശതം കൃത്വാ ജഗദംബേതി ചോചരേത് യാം ഗതി സമവാപ്നോതി നാതാം ബ്രഹ്മാദയാസുരാ. 100 കണക്കിന് അപരാധങ്ങൾ ചെയ്തവനും
ജഗത് മാതാവേ പൊറുക്കണേ എന്നാണ് പറയുന്നത് എന്ന് മനസ്സുരുകി ആത്മാർത്ഥതയോടുകൂടി ഒരിക്കൽ മാത്രം പറഞ്ഞാൽ പോലും കിട്ടുന്ന ആ പുണ്യഗതി ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കിട്ടുകയില്ല എന്ന് പറയുന്നു. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. ഞാൻ ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. ഇപ്പോ ദേവിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദേവിയുടെ അനുകമ്പയ്ക്ക് അർഹനായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദേവി ഇച്ഛിക്കുന്നത് പോലെ വേണ്ട രീതിയിൽ അടിയനെ അനുഗ്രഹിച്ചാലും. കാമേശ്വരീ ജഗത്മാതാ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത പ്രസീദ പരമേശ്വരി. അല്ലയോ കാമേശ്വരി, ജഗത് മാതാവേ, സച്ചിദാനന്ദ വിഗ്രഹേ, എൻ്റെ ഈ അർച്ചന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ അപരാധങ്ങൾ പൊറുക്കണേ. ഗുഹ്യാദിഗുഹ്യോ ഗോപ്ത്രീത്വം ഗൃഹാണാസമത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വത്പ്രസാദാത് സുരേശ്വരി. രഹസ്യങ്ങളെയും അതിരഹസ്യങ്ങളെയും സംരക്ഷിക്കുന്ന ദേവി, എൻ്റെ ജപ ആരാധനകളെല്ലാം സ്വീകരിച്ചാലും. ഹേ സുരേശ്വരി, ദേവിയുടെ പ്രസാദം കൊണ്ട് എനിക്ക് എല്ലാ സിദ്ധികളും നൽകിയാലും അമ്മേ. അപരാധ ക്ഷമാപണ മന്ത്രം സമാപിച്ചു. അപരാധ സഹസ്രാണി ക്ലിന്ദേ ഹർനിശം മായായാനി സർവാണി മേ ദേവി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി. അന്നദാ ശരണം നാസാദി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യ ഭാവനെ രക്ഷ രക്ഷ മഹേശ്വരി രക്ഷ രക്ഷ മഹേശ്വരി രക്ഷ രക്ഷ മഹേശ്വരി. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. അല്ലേ? അപ്പൊ നമ്മൾ എന്തായി? ദേവി മഹാത്മ്യം അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു. ഇന്നേ ദിവസം ഭഗവതിയുടെ വലിയ കാരുണ്യം. ഇനി ശ്രീ ദുർഗാ സപ്തശ്ലോകി ഉണ്ട്, അത് വായിച്ചു തരാം. കൂടെ വായിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കാം. മെല്ലെ മെല്ലെ വായിച്ചു തരാം. ശിവ ഉവാച ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യവിധായിനി കലൗ ഹി കാര്യസിദ്ധ്യർത്ഥമുപായം ബ്രൂഹി യജ്ഞനദാ. ദേവ്യോവാച ശൃണു ദേവി പ്രവക്ഷ്യാമി കലൗ സർവേഷ്ടസാധനം മയാ തവൈവ സനേഹേനാഭ്യാംഭസ്തുതി പ്രകാശ്യതേ. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ നാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദഃ. ശ്രവണം കേട്ടോ, കേൾക്കാൻ ശ്രദ്ധിക്കുക. ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യേ ദേവതാ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. ഓം ജ്ഞാനി നാമാഭി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബാലാതാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാദ്വദന്താന്യാ സർവോപകാരകരണായ സ്വാധാർത്ഥചിത്താ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബ്യകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമുന്നിധേ ഭയേഭ്യാസ്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. രോഗാന ശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാദു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാംന വിപന്നരാണാം ത്വമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യാഖ്യലീശ്വരീ ഏവമേവ ത്വയാ കാര്യസ്മൈ ദ്വരിവിനാശനാ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ദേവി മഹാത്മ്യം അമ്മയുടെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ദേവി മഹാത്മ്യത്തിന്റെ അവസാന ഘട്ടത്തിൽ മഹാരാജ് നമ്മുടെ ലൈവിൽ കടന്നു വന്നത് അതിലേറെ അനുഗ്രഹം. ഭഗവതിയുടെ കാരുണ്യം. ദേവി വന്നപ്പോൾ തന്നെ അമ്മ വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു, അത്രേ പറയൂ. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ ബ്രഹ്മചാരിയാണ്.
രാധാറാണിക്ക് വേണ്ടി മാത്രം, അമ്മയുടെ മഹാരാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തന്ത്രിനേക്കാൾ മുകളിലാണ്. അപ്പം അമ്മയുടെ തൃപാദങ്ങളിൽ എപ്പോഴും അമ്മയ്ക്ക് സേവ ചെയ്തുകൊണ്ട് അനുഷ്ഠിക്കുന്ന അദ്ദേഹം രാധാറാണിയുടെ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അമ്മയ്ക്ക് സമർപ്പിച്ച പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം അടിയൻ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാധാറാണിയുടെ ആ ഒരു വീട് മുഴുവൻ വൃത്തിയാക്കാനുള്ള അനുഗ്രഹവും അദ്ദേഹം വഴി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ സാക്ഷാൽ ശ്രീമതി രാധാറാണിയെയും ഭഗവാനെയും ഗുരുപരമ്പരയെ എല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാ മഞ്ജരീസിലെ എല്ലാ ഭക്തരെയും, കാരണം നിങ്ങളാണ് ഏറ്റവും ഉയർന്നവർ, നിങ്ങൾക്ക് ഭഗവാന്റെ കാരുണ്യം ഏറെ സിദ്ധിച്ചവരാണ്. മഞ്ജരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മഞ്ജരിയുടെ അർത്ഥം? ഗോലോകത്ത് ഭഗവാന് സേവ ചെയ്യുന്നവർ, അല്ലേ? ഭഗവാനും ദേവിക്കും സേവ ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള മഞ്ജരീസിന്റെ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ അച്ഛനമ്മമാരാണ്, എൻ്റെ സഹോദരികളാണ്, എൻ്റെ കൂട്ടുകാരാണ്. രമണൻ പ്രഭു, ഒരിക്കലും ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയെ ഒരിക്കലും മറന്നിട്ടില്ല. എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അങ്ങുണ്ട് കേട്ടോ. കാരണം ഓരോരോ തിരക്കുകളും ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചിലപ്പം ക്ലാസ് എടുക്കാൻ അല്ല അങ്ങയുടെ കോൾ എടുക്കാൻ പറ്റാതാവുന്നത്. ഞാൻ എന്തായാലും അങ്ങയെ വിളിക്കും. അങ്ങ് സമാധാനമായിട്ടിരിക്കുക. എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു എന്തോന്ന് FB-യിൽ ഇട്ടപ്പം പറഞ്ഞു, മാതാജി എന്നെ മറന്നു കളഞ്ഞു. ഒരിക്കലും ഇല്ലപ്പാ, എല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. കണ്ണാ, എല്ലാവരും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പരമപ്രധാനമായിരിക്കുന്ന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ടി അമർജിത്ത് ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. നമ്മളവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഗ്രൂപ്പിൽ എല്ലാവരും കണ്ടു കാണല്ലോ അല്ലേ, നമ്മൾ പഞ്ചസാരയും എല്ലാം കൊടുത്തത്. പ്രഭാത മഞ്ജരിയൊക്കെ ഉണ്ടല്ലോ, ഇന്നും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. വന്നിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഭഗവതി മാറ്റിത്തരും. നമ്മുടെ ദേവി മഹാത്മ്യം ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്തത് എടുത്തു തരാൻ പോകുന്നത് നാരായണീയമാണ്. പക്ഷേ നാരായണീയം ഞാൻ ക്ലാസ് എടുക്കുന്ന ബുക്ക് ഇവിടെയല്ല ഉള്ളത്, കൊറിയർ അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വന്ന ഉടനെ നാരായണീയം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് 2-3 ഓപ്ഷൻസ്, ഗീത ഉണ്ട്, കുറച്ച് എടുക്കാനുണ്ട്. ഞാൻ ഗീത എടുത്തു തരാം. മഹാഭാരതം നമ്മൾ കുറച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ട്, അതും എടുത്തു തരാം. പോണം നമുക്ക് പോകണം. അപ്പം ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും കുറച്ചുകൂടി ആധികാരികമായിട്ട് അതിൻ്റെ അർത്ഥത്തോടു കൂടി ഇങ്ങനെ മെല്ലെ വായിച്ചു പോകാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ട് അതെടുത്തു തരാം. പിന്നെ ഗരുഡ പുരാണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗരുഡ പുരാണം അത് ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കണം കേട്ടോ. ഗരുഡ പുരാണം എല്ലാവരും ഒന്ന് വാങ്ങുക. കാരണം ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് എന്താണോ ഉള്ളത്, ജീവിതത്തിന്റെ മുൻപേ എന്താണോ ഉള്ളത്, ജീവിതത്തിൽ എന്താണോ ഉള്ളത്, എല്ലാം ഭഗവാൻ ഗരുഡന് പറഞ്ഞു കൊടുക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നല്ല ബുക്കാണ് ഗരുഡ പുരാണം. അത് നമുക്ക് മഞ്ജരീസിലേക്ക് ഡിസ്പാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5-8 ബുക്സും കൂടെ നമ്മുടെ കയ്യിലുണ്ട്, ഞാനത് അയച്ചു തരാം. പിന്നെ നമ്മൾ ഒരുപാട് പേർക്ക് ഗീത ദാനം ചെയ്തു, മിക്ക ആളുകൾക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് പേർക്കും കൂടി കിട്ടാനുണ്ട്. ഗീത സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ന് ഗീത നമുക്ക് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തിനകം കിട്ടും. അതിനുശേഷം ആർക്കൊക്കെയോ ഗീതദാനം മഞ്ജരീസിലൂടെ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്, അവരുടെ ലിസ്റ്റ് ഇവിടെയുണ്ട്, ഞാൻ അയച്ചു തരാം. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരാം ആരാർക്ക് ഗീതദാനം ചെയ്തു എന്നുള്ളത്. 2 പേർക്കും കൊടുത്തവർക്കും കിട്ടുന്നവർക്കും അവരുടെ നമ്പർ കൈമാറും. നിങ്ങൾ വിളിച്ച് താങ്ക്സ് പറയാം. ഓക്കെ. ഹരേ കൃഷ്ണ. മകര കലവറ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഞ്ജരീസിലൂടെ. ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് ആ മകര കലവറ നിറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും അമ്മ സമ്പൽ സമൃദ്ധി നൽകട്ടെ. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അമ്മ മാറ്റിത്തരട്ടെ. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും അമ്മ നൽകട്ടെ. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഭഗവതി മാറ്റിത്തരട്ടെ. കീച്ചോട്ടനും രാധാറാണിയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥനയും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഒരിക്കൽ കൂടി എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ.